പൊട്ടിച്ചിതറിയ സമാധാനം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ബോംബ് സ്ഫോടനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലോകത്തെമ്പാടും അനേക ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഭരണവ്യവസ്ഥകൾ വന്നതിന് ശേഷം ഭീകരാക്രമണങ്ങളും ഒത്തിരി നടന്നിട്ടുണ്ട്. എന്നാൽ ഡൽഹിയെ നടുക്കിയ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയ ഒരു കൂട്ടം ഡോക്ടർമാരാണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നതെന്നാണ്. അത് വളരെ ഷോക്കിംഗ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷനിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഡെഫിനറ്റ് ആയിട്ട് അത് ഷോക്കിംഗ് ആയ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യൻ ഇസ്ലാം ഡിബേറ്റർ എന്നുള്ള നിലയിൽ ഇറ്റ്സ് നോട്ട് ഷോക്കിംഗ്. ഐ വാസ് എക്സ്പെക്റ്റിംഗ്. അത് പ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ മരിച്ചത് ഡോക്ടർ ഉമർ ഉൻ നബി, പ്രവാചകൻ ഉമർ. ഞാനിപ്പോഴും കളിയാക്കി പറയാറുണ്ട് അള്ളാഹ് ഉമർ, പ്രവാചകൻ ഉമർ എന്ന്. പക്ഷേ അങ്ങനെ പേര് വിട്ടിറങ്ങിയ പുള്ളിയാണ് ഡോക്ടർ ഉമർ ഉൻ നബി. ആ ഡോക്ടർ ഉമർ ഉൻ നബിയാണ് ഈ സ്ഫോടക വസ്തു നിറച്ച കാറ്, 300 കിലോത്തോളം സ്ഫോടക വസ്തു നിറച്ച കാറ് ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് പൊട്ടിത്തെറിച്ച് മരിച്ചത്. ആ ഉമറിൻ്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ, DNA ടെസ്റ്റിന് വന്ന അമ്മയെയും സഹോദരനെയും DNA ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ സഹോദരൻ്റെ ഭാര്യ ഈ ഉമറിൻ്റെ സിസ്റ്ററിലോയുടെ പത്രസമ്മേളനമൊക്കെ കണ്ടാൽ, ഉമർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ്, ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുന്നു വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് തട്ടിവിട്ടത്. അപ്പോൾ ഫരീദാബാദിലെ അൽ ഫലാഹ്, പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രശ്നമൊക്കെ തോന്നുന്നത് അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെയാണ്, അല്ലാതെ പേരിൻ്റെ പ്രശ്നമല്ല കേട്ടോ, ആരും തെറ്റിയിരിക്കരുത്. ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടറും പ്രൊഫസറുമായിരുന്നു ഈ ഡോക്ടർ ഉമർ ഉൻ നബി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വാഹന സൗകര്യം അടക്കം എല്ലാം ഒരുക്കി കൂടെ നിന്ന് സഹായിച്ച ഡോക്ടർമാർ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ അദിൽ അഹമ്മദ് റാദർ. ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നും 3000 കിലോ, അതായത് ഏകദേശം 2900 കിലോഗ്രാം, 3 ടണ്ണ് സ്ഫോടക വസ്തുക്കൾ, അതോടൊപ്പം തന്നെ AK-47 അസോൾട്ട് റൈഫിൾസ് അടക്കമുള്ള മാരകായുധങ്ങളും പിടിച്ചെടുത്തു. ഞാനിത് പ്രത്യേകം പറയാൻ കാര്യമുണ്ട് കേട്ടോ. നാളെ നമ്മുടെ ആബിദ് അടിവാരമൊക്കെ അഫ്സൽ ഗുരുവിന് വേണ്ടി പോസ്റ്റ് ഇട്ട പോലെ പോസ്റ്റ് ഇട്ടുകൊണ്ട് വരും. തൻ്റെ കൂടെ ജോലി ചെയ്ത 2 ഡോക്ടർമാരെ വാടകയ്ക്ക് വീട്ടിൽ താമസിപ്പിച്ചു എന്ന പേരിലാണ് ആ പാവം ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ഭരണകൂട ഭീകരത പിടിച്ച് തൂക്കിലിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിവാരവും മേൽവാരവും ഒക്കെ വരും. അതുകൊണ്ടാണ് ക്ലാരിഫൈ ചെയ്ത് പറയുന്നത്. ചുമ്മാ ഇവന്മാരെല്ലാം വീട്ടിൽ താമസിപ്പിച്ചതല്ല, വീട്ടിലൊരു 3 ടണ്ണ് സ്ഫോടക വസ്തുവും കൂടെ വെച്ചായിരുന്നു അണ്ണ. എന്തായാലും 3 ടണ്ണ് സ്ഫോടക വസ്തു കൊതുക് പറത്തിക്കൊണ്ട് വെച്ചതാണെന്ന് ഇനി പറഞ്ഞ് ന്യായീകരിക്കാൻ വരും. അതും സംഭവിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. നാളെ പറയും കൊതുകിൻ്റെ ശല്യം കൂടുതലായിരുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന കൊതുകുകളെല്ലാം കൂടെ പറന്നു വന്നിരുന്നപ്പോൾ ചിറകിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നാണ് സ്ഫോടക വസ്തു, അല്ലാതെ ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ, ഉമർ ഉൻ നബി എന്ന് പേരുള്ളൊരു പാവത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നിലവാരമാണ് നമ്മുടെ നാട്ടിലെ കോയകൾക്ക്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇവരുടെ താടിയും മുടിയൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഭയം മാത്രമാണ്, അതിനകത്ത് യാതൊരു കാര്യമില്ല. അങ്ങനെ ഭയപ്പെടാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ഞാൻ പറയാം. കാര്യം നമ്മളാരും ഇസ്ലാമോഫോബിയ വളർത്താൻ പാടില്ല. ഈ രണ്ടാമത്തെ വീട്ടിൽ 3 ടൺ സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വെച്ച ഡോക്ടർ മുസമ്മിൽ ഷക്കീലിൻ്റെ സുഹൃത്തും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹപാഠിയുമാണ്, കൂടെ വർക്ക് ചെയ്തിരുന്ന സഹപ്രവർത്തകയുമായിരുന്നു ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം നേതാവായ ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്നത്. ആ പർദ്ദ കണ്ടിട്ടോ, ആ തലയിലിട്ടേക്കുന്ന കറുത്ത ഇത്തിരി കാഷ്ടം തുണി കണ്ടിട്ടോ ആർക്കും ഭയം തോന്നാൻ പാടില്ല. അത് ശരിയല്ല, അങ്ങനെ ആരും തോന്നരുത്. തോന്നുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ്, ഇസ്ലാമോഫോബിയാണ്. ഓക്കെ, അതും കൂടെ പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കാം. പിന്നെ അവിടെ ഒരു ആട്ടും താടിയുമായിട്ട് നിൽക്കുന്ന ഒരുത്തനില്ലേ, നമ്മുടെ യഥാർത്ഥ ഇസ്ലാമിക താടിയുമായിട്ട് നിൽക്കുന്ന പുള്ളി, ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ സയ്യിദ്. പുള്ളിക്കാരൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇസ്ലാം എന്ത് സംഭാവനയാണ് ശാസ്ത്രത്തിന് നൽകിയത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്.
എന്നാൽ ആ ചോദ്യത്തെ അപ്രസക്തമാക്കിയ വിധം ആവണക്കെണ്ണയിൽ നിന്ന് റിസിൻ എന്ന പേരുള്ള മണമോ രുചിയോ ഇല്ലാത്ത കൊടിയ വിഷം വേർതിരിച്ചെടുക്കുന്ന കഠിനമായ ഗവേഷണത്തിലായിരുന്നു. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ട് കേട്ടോ. ഈച്ചയുടെ ഒരു ചിറകിൽ ഇതിനു മാത്രം വിഷം ഇരുന്നിട്ടും പുള്ളി ആവണക്കെണ്ണയും തിരക്കി പോയത് ഇച്ചിരി കട്ടമായി. ഇപ്പം നമ്മുടെ പ്രവാചകൻ പറഞ്ഞ ഈച്ചയിലെ വിഷം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതിലും ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. എന്തായാലും റിസിൻ എന്ന മാരകമായ വിഷം നിർമ്മിച്ചിട്ട് ആക്രമണം നടത്താൻ വേണ്ടി ഉള്ള ശ്രമത്തിനിടയിൽ ആവണക്കെണ്ണയുമായിട്ട് പിടിയിലായ ഡോക്ടർ അഹമ്മദ് മൊഹീദ്ദീൻ സയ്യിദ്. വെളിച്ചെണ്ണയാവാതിരുന്ന ഭാഗ്യം. ഓക്കെ, സാധാരണ വെളിച്ചെണ്ണയാണ് ഇവർ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ റിസൈൻ ഇല്ലാഞ്ഞത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് മാത്രം ഞാനിപ്പോൾ പറഞ്ഞു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ആരാണ് ശരിക്കും ഉത്തരവാദി? ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ജനത, ജമ്മു കാശ്മീരിൽ നിന്ന് ചൈനയിൽ പോയി പഠിച്ചവർ, ബംഗ്ലാദേശിൽ പോയി പഠിച്ചവർ, അവിടെ തന്നെ പഠിച്ചവർ, അങ്ങനെ പഠിച്ച മെഡിക്കൽ ബിരുദം എടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ആർഗ്യുമെൻറ്റും എത്ര ഡിബേറ്റും നമ്മൾ നടത്തുന്നുണ്ടാവാം. പക്ഷെ നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ദർ ഈസ് നോ മോർ ഡിബേറ്റർ. നമ്മുടെ മുന്നിൽ വരുന്ന ആളുടെ മുസ്ലിം ആണോ, ക്രിസ്ത്യാനിയാണോ, ഹിന്ദു ആണോ, അവൻ ഒരു ക്രിമിനൽ ആണോ, ആരെങ്കിലും കൊന്നിട്ട് വന്നതാണോ എന്ന് പോലും നോക്കാതെ, ഒരു പ്രജുഡിസും മൈൻഡും ഇല്ലാതെ അവന് നമ്മളുടെ മുന്നിലുള്ളതൊരു രോഗിയാണ് എന്ന ആ ഒരു ഐഡന്റിറ്റി മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരാളാണ് ഒരു ഡോക്ടറും നഴ്സും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും എന്ന് പറഞ്ഞാൽ. അത്തരം ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽ ജീവിതവും മരണവും ഏതു സമയവും മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന, ജനിച്ച കുഞ്ഞിനെയും എന്താ പറയുക, ഒരു പ്രസവം എടുക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രായമായ വൃദ്ധനെയോ അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ച് മരിക്കാൻ കിടക്കുന്നവരെയോ സമാധാനമായി മരിക്കാൻ അനുവദിച്ചുകൊണ്ട് അവരുടെ ഹാർട്ട് റേറ്റ് 0 ആകാൻ കാത്തു നിൽക്കുന്ന, അവർക്ക് ആ മരണത്തിൻ്റെ ആ ലാസ്റ്റ് മൊമെന്റ് വരെ സമാധാനവും വേദനരഹിതവുമായിരിക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടെ അവർ മരിക്കുന്നത് നോക്കി കാണുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ എന്തുകൊണ്ട് ഒരു കൂട്ടം മുസ്ലിം ഡോക്ടർമാർ ഇത്തരത്തിൽ ഒരു സ്ഫോടന പരമ്പരയ്ക്ക് ഇറങ്ങിത്തിരിച്ചു? ഇവിടെ പൊട്ടിയത് വെറും 300 കിലോ മാത്രമാണ്. 3000 കിലോവും 3 ടണ്ണാണ് പിടിച്ചെടുത്തത്. ആ 3 ടണ്ണും പൊട്ടേണ്ടിയിരുന്നതാണ്. അങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ 10 20 സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരുന്നെങ്കിൽ, ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ച് അവൻ്റെ കൈ അറിയാതെ തട്ടി ബോംബ് സ്ഫോടനം നടന്നതിന് പകരം ഡൽഹിയിലെ ഏതെങ്കിലും ഒരു മെയിൻ മാർക്കറ്റിൽ വെച്ചാണ്, നെഹ്റു പ്ലേസിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ മാർക്കറ്റിൽ വെച്ചാണ് ഈ സ്ഫോടനം നടക്കുന്നെങ്കിൽ, ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഡൽഹി മാർക്കറ്റിലേക്ക് ഏത് മാർക്കറ്റ് കയറിയാലും സൂചി കുത്തുന്നൊരു പോയിന്റ് ഉണ്ട്, അവിടെ 100 ആളുകളുണ്ടാവും. അത്രത്തോളം തിരക്ക് പിടിച്ച സ്ഥലങ്ങളാണ്. കൊണാട്ട് പ്ലേസ് ആയാലും ഈ പറയുന്ന നെഹ്റു പ്ലേസ് ആയാലും ഏത് കോമൺ ഏരിയ ആയാലും അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളാണ്. ഈ ട്രാഫിക് സിഗ്നലിൽ പൊട്ടിയതിന് പകരം ഈ ബോംബ് എങ്ങാനും ഒരു മാർക്കറ്റ് പ്ലേസ് വെച്ച് പൊട്ടിയിരുന്നെങ്കിൽ 100 കണക്കിന് നിരപരാധികൾ ബോംബ് കൊണ്ടും അതിൻ്റെ ഇരട്ടി ആളുകൾ ബഹളം കൊണ്ടുള്ള ചവിട്ടേറ്റും മരണമടയുമായിരുന്നു. അങ്ങനെ ഇപ്പം പൊട്ടിയതിൻ്റെ 10 ഇരട്ടി ശേഖരം വീട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ഈ ഡോക്ടർമാർ, ഈ ഇസ്ലാമിക ഭീകരന്മാർ അവരെങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ കവച്ചു വെക്കാൻ സാധിക്കുന്ന, കാരണം ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ പറയുക, SNDPക്കാർ സദയം ക്ഷമിക്കുക, കേരളത്തിലെ എന്തുവാ നമ്മൾ സാമൂഹിക മുന്നേറ്റം നടത്തിയ ആളുകളൊക്കെ ഒന്ന് ക്ഷമിക്കുക. കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളൊക്കെ ഭയങ്കര മീനിങ് ഫുൾ ആണെന്നൊക്കെ നമ്മളൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടിരുന്നത്. പക്ഷെ അതൊക്കെ വെറും എന്താ പറയുക, കാൽച്ചവട്ടിലെ പൊടിയാണ് എന്ന് തോന്നിച്ച മഹത് വ്യക്തികളാണ് ഇപ്പം നടന്നു വന്നത്. കാര്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞ ആ മാന്യദേഹത്തെ വിദ്യ കൊണ്ട് ഭീകരരാകുക എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പോലും പ്രസക്തി ഇല്ലാതായിത്തീരുന്ന കാലഘട്ടത്തിൽ ഗുരുവിനേക്കാൾ ഉന്നതമായി ചിന്തകൾ മുന്നോട്ട് വെക്കുന്ന, ആരും കാണാത്തത് കാണുന്ന നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, മേ ബി ഒരു നോബൽ പ്രൈസ് കൊടുത്ത് നമ്മൾ ബഹുമാനിക്കേണ്ട ആബിദ് അടിവാരം
വളരെ കൃത്യമായൊരു ചോദ്യം അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. നോട്ട് നിരോധനത്തോടെ കള്ളപ്പണക്കാരെയും ഭീകരന്മാരെയും തുടച്ചു നീക്കി എന്നായിരുന്നു അവകാശവാദം. എന്തായാലും നോട്ട് നിരോധനം അണ്ണന് ശരിക്കും ഏറ്റു എന്ന് തോന്നുന്നുണ്ട്. ആ കലിപ്പിപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ, 11 വർഷം ഭരിച്ചിട്ടും ഡൽഹി പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? മോദിക്കോ അമിത്ഷായ്ക്കോ? രാജിവെച്ച് പൊക്കൂടെ ഇവർക്ക്? ചോദ്യന്യായം ഒരു ആംഗിളിൽ ന്യായമാണ്. കാര്യം ധാർമ്മികമായ ഉത്തരവാദിത്തം എന്തൊക്കെ പറഞ്ഞാലും മോഡിക്കും അമിത്ഷാക്കുമാണ്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷാക്കും, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോഡിക്കുമാണ് ധാർമ്മികമായ ഉത്തരവാദിത്തം. എന്ന് വെച്ചാൽ അവരല്ല തോക്കും തൂക്കി എല്ലാ മുക്കും മൂലയും പരിശോധിച്ച് നടക്കുന്ന പോലീസുകാർ, അവരല്ല. ഇനി ഇത് ഒരു ആക്ഷനും എടുക്കാതെ വെറുതെ ഇരുന്ന അലസതയ്ക്ക് കിട്ടിയ മറുപടിയല്ല. ഇങ്ങോട്ട് വന്ന 3 ടണ്ണ് സ്ഫോടക വസ്തുക്കളെ ട്രേസ് ചെയ്ത് പിടിച്ചു. രക്ഷപ്പെട്ട ഓടിയവൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു 300 കിലോ ആണ് ഈ പൊട്ടിത്തെറിച്ചത്. സോ വി ക്യാൻ ബ്ലെയിം ദ ഗവൺമെൻറ് ഇൻ ദിസ്. അപ്പം പിന്നെ ആരാ ഇതിനകത്ത് തെറ്റുകാര്? ആബിദ് അടിവാരം എന്ന മഹത് മനുഷ്യൻ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്? ഡൽഹിയെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്? ഡൽഹിയെ ചവിട്ടിത്തേച്ചതിൻ്റെ ഉത്തരവാദിത്തമാർക്കാണ്? അവിടെ മരിച്ചു വീണ 10 പേരാണ് മരിച്ചതെന്ന് എൻ്റെ ഓർമ്മ കണക്ക് തെറ്റാണ്, ക്ഷമിക്കുക. എന്തായാലും അവിടെ മരിച്ചു വീണ നിരപരാധികളുടെ ആ മരണത്തിന്, അവരുടെ ചോരക്ക് ഉത്തരവാദി ആരാണ്? പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? വൈ? എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് പോലും ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്? ആരാണ് ഈ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി? അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവരും വായിച്ചും കേട്ടും തഴമ്പിച്ചതാണ്. ഈ ആബിദ് അടിവാരമൊക്കെ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കാൻ വേണ്ടി ഇടുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഈ ഖുർആൻ മുഴുവൻ അറിയാം എന്നെനിക്കറിയാം. പറയാൻ എനിക്ക് തന്നെ ആവർത്തന വിരസതയാണ്. എന്നാലും സാഹചര്യം ഇതായതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഖുറാനിലെ 2ാമത്തെ സൂറ, ഇത് അത്യാവശ്യമൊക്കെ സമാധാന കാലത്ത് വന്ന സൂറ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഭാഗമാണിത്. സൂറത്ത് അൽ ബഖറ 118 ആയത്ത്. വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും ജയലളിതയും അത്രേ. കരുണാനിധിയും അത്രേ. അപ്പോൾ സൂറത്ത് അൽ ബഖറയിലെ ഈ ആയത്ത് ഈ ഡോക്ടർമാർക്ക് എന്ത് ബന്ധം? വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവർക്കാണ് കാരുണ്യം പ്രതീക്ഷിക്കുന്നത്. അതായത് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്ന ഖുറാനിൽ പച്ചക്കെഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഹിജറ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനുമാണ് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കുന്നത്. അപ്പൊ ചോദിക്കും, അയ്യോ അവിടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പോരാടുക എന്ന് മാത്രമല്ലേ ഉള്ളൂ? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ഇസ്ലാമിക അവരുടെ തഫ്സീറിൽ നിന്ന് തന്നെ മുഹമ്മദിൻ്റെ കാലത്ത് മുഹമ്മദിൻ്റെ സഹാബിയായിട്ട് കൂടെ ഉണ്ടായിരുന്ന ഇബ്ൻ അബ്ബാസിൻ്റെ തഫ്സീർ, സഹാബികളിൽപ്പെട്ട ഏറ്റവും വലിയ മുഫസ്സിർ എന്നറിയപ്പെടുന്ന ഇബ്ൻ അബ്ബാസിൻ്റെ തഫ്സീർ ഈ ആയത്തിൻ്റെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനായിട്ട് ഈ തഫ്സീർ എല്ലാം ആക്സസ് ചെയ്യാൻ ജോർദാൻ ഗവൺമെൻറ് കാശ് മുടക്കി കഷ്ടപ്പെട്ട എല്ലാ തഫ്സീറും അറബിയിലും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഉണ്ടാക്കി altafsir.com എന്ന് പറഞ്ഞ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ജോർദാനിയൻ ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾക്ക് നേരിട്ട് പോയി വ്യക്തമായിട്ട് പരിശോധിക്കാം. ഈ ആയത്തിൻ്റെ സൂറ 2ന്റെ 118, സൂറത്ത് അൽ ബഖറയുടെ 118 ആയത്തിൻ്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് നിങ്ങൾ ഏതെങ്കിലും ഇസ്ലാമിക് ലൈബ്രറിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് വെബ്സൈറ്റിൽ നിന്നോ കയറി പരിശോധിച്ച് നോക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം ഇബ്നു അബ്ബാസ് കൊടുക്കുന്നത്. ദ ഫോളോയിങ് വാസ് റിവീൽഡ് അബൌട്ട് അബ്ദുള്ള ഇബ്നു ജഹ്ഷ്. അബ്ദുള്ള ഇബ്നു ജഹ്ഷിനെയും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസിനെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഉദ്ദേശിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അതായത് അല്ലയോ വിശ്വസിക്കുകയും സ്വദേശം വെടിയുക, അതായത് ഹിജറ ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ അവരാകുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ആയത്തിറങ്ങിയത് അബ്ദുള്ള ഇബ്നു ജഹ്ഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിൻ്റെ സഹാബികളെയും ഉദ്ദേശിച്ചാണ്. ഓക്കെ, നല്ല കാര്യം. Allah and his messenger
ആൻഡ് ദോസ് ഹു എമിഗ്രേറ്റ് ഫ്രം മക്ക ടു മദീന, മദീനയിലേക്ക് ഹിജറ ചെയ്ത കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ജിഹാദ് എന്താണെന്ന് നോക്കാം. ആൻഡ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ് അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ബൈ കില്ലിങ് ദ അൺബിലീവർ അമർ ഇബിൻ അൽ ഹദ്രാമി. അമർ ഇബിൻ അൽ ഹദ്രാമി എന്ന അവിശ്വാസിയെ, അതായത് മുസ്ലിം അല്ലാത്തവനെ, ഇതര മതസ്ഥനെ കൊന്നതിനെയാണ് സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ ഒരുത്തനെ കൊന്നുകളയുക. അമർ ഇബിൻ അൽ ഹദ്രാമി എന്നവനെ കൊന്നു കളഞ്ഞതിനെയാണ്, അതായത് ഒരു കൊലപാതകത്തെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അങ്ങനെ ചെയ്തവർക്ക് മാത്രമാണ് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കുക എന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മുഹമ്മദിൻ്റെ കൂടെ നടന്ന സഹാബിയായ ഇബ്നു അബ്ബാസ് ഈ ഖുറാൻ ആയത്തിനെ വ്യാഖ്യാനിച്ച ഇസ്ലാമിക തഫ്സീർ എഴുതിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് വായിക്കുന്ന ഒരു മുസ്ലിം ഡോക്ടർ എന്താ ചിന്തിക്കുക? എഴുത്തുമാനെ അറിയാവുന്നൊരു കോയ എന്താ ചിന്തിക്കുക? ആ വിശ്വാസികളെ കൊല്ലുന്ന ആ ജിഹാദ് ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കും. അപ്പോൾ ഈ അള്ളാഹുവിൽ നിന്ന് 72 ഹൂറികളെ ഇങ്ങനെ കാരുണ്യമായിട്ട് ലഭിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ ഈ ആയത്ത് കണ്ടിട്ട് ഇപ്പോൾ ഏതെങ്കിലും കാഫിറിനെ കുത്തിക്കൊല്ലാൻ ചെന്നാൽ ആ ചെല്ലണവനെ കുറ്റം പറയണോ? ഇതിൻ്റെ കാരണക്കാരനാരാ? മോഡിയും അമിത്ഷായുമാണോ ഇതിൻ്റെ കാരണക്കാരൻ? ഈ ആയത്തിറങ്ങിയതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടത് സൗദി അറേബ്യയിലെ മുഹമ്മദാണ്, അല്ലാതെ മോദിയും അമിത്ഷായും അല്ല. പ്രവാചക സ്ഥാനം രാജിവെച്ച് അങ്ങേരിറങ്ങിപ്പോയാൽ ഈ അള്ളാഹു എന്നുള്ള പുള്ളിക്കാരൻ ആ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. അല്ലാതെ മോഡിയും അമിത്ഷായും രാജിവെച്ചാലൊന്നും ഈ പ്രശ്നം തീരില്ല. അങ്ങനെയാണ് പിന്നെ കോൺഗ്രസ് ഭരണകാലത്ത് ഭീകരാക്രമണമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത്, മുസ്ലിം ലീഗ് മന്ത്രിസഭയുടെ ഭാഗമായി കേരളത്തിൽ ഭരിക്കുന്ന സമയത്ത് ഇമാതിരി ഭീകര കേസുകളൊന്നും കേരളത്തിൽ ഉണ്ടാവൂലല്ലോ. അപ്പോ ആ ഉടായ്പ് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കല്ല. ധാർമ്മിക ഉത്തരവാദിത്തം അവരുടെ, അത് ഒരു സെക്യുലറായ ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം. മോഡിക്കും അമിത്ഷാക്കും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്, വേണേൽ രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. ദാറ്റ്സ് ഫൈൻ. അതൊരു സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഓട്ടോമാറ്റിക്കലി ഹോം മിനിസ്റ്ററിലേക്കാണ് പോകുന്നത്. പക്ഷേ കോയകൾ ഇത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആബിദ് അടിവാരത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അവിശ്വാസിയെ കൊല്ലുന്ന ആ ജിഹാദ് ചെയ്താൽ, അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞാൽ, അമർ ഇബിന് അദ്രാമീനെ അബ്ദുള്ള ഇബിന് ജഹ്ഷക്കെ കൊന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഖുറാനിൽ മുഹമ്മദ് ഇറക്കിയ ആയത്താണ് ഖുറാൻ ആയത്ത് 2:118. ഇനിയും നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഞാൻ അതിൻ്റെ ആക്ച്വൽ സംഭവം നിങ്ങൾക്ക് എടുത്തു തരാം. ആ നടന്ന സംഭവം സീറത്ത് റസൂലുള്ള ഇബ്നു ഇഷാക്കിൻ്റെ സീറത്ത് റസൂലുള്ളയിൽ നിന്ന് ആ സംഭവം ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇസ്ലാമിക ലൈബ്രറികളിലെല്ലാം ഇന്നുണ്ട്. നിങ്ങൾക്ക് എടുത്തു പോയി പരിശോധിക്കാം. സീറത്ത് റസൂലുള്ള ദ ലൈഫ് ഓഫ് ദ പ്രൊഫറ്റ് ബൈ ഇബ്നു ഇഷാഖ്, ട്രാൻസ്ലേറ്റഡ് ബൈ ഗുലീം. പേജ് നമ്പർ 286 287. നമ്മുടെ ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞാനതെടുത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. സീറത്ത് റസൂലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഒരു സെക്കൻഡ് ഞാനൊന്ന് എടുത്ത് ഡിസ്പ്ലേ ചെയ്തോട്ടെ. ഓക്കെ, ഇതാണ് സീറത്ത് റസൂലുള്ളയുടെ 286 287 പേജുകൾ. 286 പേജിൻ്റെ അവസാന ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എടുക്കുകയാണ്. 286 പേജിൻ്റെ അവസാന ഭാഗം ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ എക്സ്പെഡിഷൻ ഓഫ് അബ്ദുള്ള ഇബ്നു ജഹ്ഷ്, മനസ്സിലായല്ലോ? ദ എക്സ്പെഡിഷൻ ഓഫ് അബ്ദുള്ള ഇബ്നു ജഹ്ഷ് നമ്മളിപ്പോൾ കണ്ടില്ലേ. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഈ പറയുന്ന അമർ ഇബ്നു ഹദ്രാമിനെ കൊന്നതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആയത്തിറക്കിയത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ കൊന്നുകൊണ്ട് ജിഹാദ് ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയത്. ഓക്കെ, ഇനി ആ കഥ നമുക്ക് അങ്ങോട്ട് വായിക്കാം. അപ്പോസ്റ്റൽ സെന്റ് അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ബിൻ റബ് ബിൻ ബാക്കി ആരൊക്കെ ആയിട്ട് ഇൻ റജബ് ഓൺ ഹിസ് റിട്ടേൺ ഫ്രം ദ ഫസ്റ്റ് ബദർ. ബദറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മുഹമ്മദ് അബ്ദുള്ള ഇബ്നു ജഹ്ഷിനെ അയച്ചു. ഹി സെൻഡ് വിത്ത് ഹിം 8 ഇമിഗ്രൻസ്. മക്കയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട്, മുജാഹിറുകളായിട്ട് അല്ലെങ്കിൽ ഹിജറ ചെയ്തവരായിട്ട് വന്ന ആ മുജാഹിറുകളിൽ നിന്ന് 8 പേരെ കൂടെ മുഹമ്മദ് ഈ അബ്ദുള്ള ഇബ്നു ജഹ്ഷിൻ്റെ കൂടെ വിട്ടു. വിത്തൗട്ട് എനി ഓഫ് ദ അൻസാർ,
മദീനക്കാർ ആരെയും വിട്ടില്ല. മക്കയിൽ നിന്ന് വന്ന ഈ അഭയാർത്ഥികളായിട്ട് വന്ന, ഇപ്പോൾ നമ്മൾ സുഡാനിൽ നിന്നൊക്കെ അഭയാർത്ഥികളായിട്ട് വന്നൊരു ഭീകരപ്രവർത്തനം നടത്തില്ല, അതുപോലെ അഭയാർത്ഥികളായിട്ട് വന്ന മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 8 മക്കാരെ ഈ അബ്ദുള്ള ബിൻ ജഹ്ഷിൻ്റെ കൂടെ വിട്ടു. അൻസാരികളെ, അതായത് മദീനക്കാരെ ആരെയും വിട്ടില്ല. ഹി റോട്ട് ഫോർ ഹിം എ ലെറ്റർ. ഈ അബ്ദുള്ള ഇബിൻ ജഹ്ഷിന് മുഹമ്മദ് ഒരു ലെറ്റർ കൊടുത്തു വിട്ടു. ആൻഡ് ഓർഡേഡ് ഹിം നോട്ട് ടു ലുക്ക് അറ്റ് ഇറ്റ്. അവനോട് കൽപ്പിച്ചു ഇതിനെ ഇപ്പോൾ നോക്കരുത്, നോട്ട് ടു ലുക്ക് അറ്റ് ഇറ്റ് until he had returned from until he had returned for until he had journeyed for 2 days. മുഹമ്മദ് ഈ അബ്ദുള്ള ബിൻ ജഹ്ഷിന്റെ ഒരു ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, നീ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാത്രമേ ഈ ലെറ്റർ നീ തുറന്ന് വായിക്കാൻ പാടുള്ളൂ. ആൻഡ് ടു ഡു വാട്ട് ഹി വാസ് ഓർഡേഡ് ടു ഡു. എന്നിട്ട് ആ ലെറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യുക. ബട്ട് നോട്ട് ടു പുട്ട് പ്രഷർ ഓൺ എനി ഓഫ് ഹിസ് കമ്പാനിയൻസ്. നിന്റെ കൂടെയുള്ളവരെ അതിന് നിർബന്ധിക്കേണ്ട, പക്ഷെ നീ അത് ചെയ്യണം. അതായത് അബ്ദുള്ള ബിൻ ജഹ്ഷിന് മുഹമ്മദ് ഒരു സ്ഥലത്തേക്ക് വിടുന്നു, ഒരു ലെറ്റർ കൊടുത്തു വിടുന്നു. ആ ലെറ്ററിനകത്ത് ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ലെറ്റർ 2 ദിവസത്തേക്ക് വായിക്കരുത്, 2 ദിവസം യാത്രയ്ക്ക് ശേഷം വായിക്കുക. ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു, ഈ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്ന എൻ്റെ കൽപ്പന നീ ചെയ്യണം, നിന്റെ കൂടെയുള്ളവരെ നീ നിർബന്ധിക്കേണ്ട, നീ ആ കൽപ്പന ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അബ്ദുള്ള ബിൻ ജഹ്ഷിന് എന്താണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെന്ന് ഇപ്പോൾ അറിയില്ല. The names of the 8 emigrants were അബു ഹുദൈഫ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ മുലകുടി ഹദീസിന്റെ ആള് അബു ഹുദൈഫ, ആൻഡ് അബ്ദുള്ള ഇബിൻ ജയ്ഷ്, പിന്നെ ഉക്ഷ ബിൻ മിഹ്സാൻ, പിന്നെ കുറേ അറബി പേര് എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ ആരായാലും എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ. When Abdullah had traveled for 2 days, he opened the letter. അങ്ങനെ അബ്ദുള്ള ഇബിൻ ജയ്ഷ് 2 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴേക്കും ലെറ്റർ തുറന്നു. ആൻഡ് ലുക്ക്ഡ് ഇൻ ടു ഇറ്റ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് സെഡ്. ആ ലെറ്ററിനകത്ത് ഇപ്രകാരമായിരുന്നു എഴുതിയിരുന്നത്, വെൻ യു ഹാവ് റീഡ് ദിസ് ലെറ്റർ ഓഫ് മൈൻ, എൻ്റെ ഈ ലെറ്റർ നീ വായിക്കുന്ന സമയത്ത്, പ്രൊസീഡ് അൺടിൽ യു റീച്ച് നഖ്ല. നീ നഖ്ല എന്ന് പറയുന്ന സ്ഥലം എത്തുന്നതുവരെ നീ യാത്ര തുടരുക. ബിറ്റ്വീൻ മെക്ക ആൻഡ് അൽത്തായിഫ്. അൽത്തായിഫിനും മെക്കക്കും ഇടക്കുള്ള ഈ നഖ്ല എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത് വരെ നീ നിന്റെ യാത്ര തുടരുക. ലൈ ഇൻ വെയിറ്റ് ദെയർ ഫോർ ഖുറൈഷ്. അവിടെ നീ കാത്തിരിക്കുക. ആർക്ക് വേണ്ടി? ഖുറൈശികൾക്ക് വേണ്ടി നീ കാത്തിരിക്കുക. ആൻഡ് ഫൈൻഡ് ഔട്ട് ഫോർ അസ് വാട്ട് ദേ ആർ ഡൂയിങ്. എന്നിട്ട് അവരെന്താണ് അവിടെ അങ്ങോട്ടേക്ക് വരുന്ന ഖുറൈശികൾ എന്താണ് ചെയ്യുന്നത് എന്ന് നീ നോക്കി വെക്കുക. ഹാവിംഗ് റെഡ് ദ ലെറ്റർ ഹി സെഡ്, ടു ഹിയർ ഈസ് ടു ഒബേ. ഈ ലെറ്റർ കിട്ടിയതിന് ശേഷം അബ്ദുള്ള ഇബ്നു ജയ്ഷ് പറഞ്ഞു, ടു ഹിയർ ഈസ് ടു ഒബേ. കേൾക്കുന്നത് അനുസരിക്കുന്ന പോലെയാണ്. Then he said his companions, the apostle has commanded me to go to the Nakhla, to lie in wait there for Quraysh, so as to bring him news of them. മുഹമ്മദ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഈ നഖലയിലേക്ക് പോവുക, അവിടെ ചെന്ന് ഖുറൈശികൾക്ക് വേണ്ടി കാത്തിരിക്കുക, എന്നിട്ട് അവരെക്കുറിച്ചുള്ള വാർത്തകൾ മുഹമ്മദിനേക്ക് എത്തിക്കാൻ അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. He has forbidden me to pressure on any of you. നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. So if anyone wishes for martyrdom, let him go forward. നിങ്ങൾക്കാർക്കെങ്കിലും മുജാഹിദുകളാകണമെങ്കിൽ, അതായത് നിങ്ങൾക്കാർക്കെങ്കിലും രക്തസാക്ഷികളാണ്, മുജാഹിദല്ല രക്തസാക്ഷികളാകണമെങ്കിൽ, നിങ്ങൾക്ക് ഷഹീദാകണമെങ്കിൽ എൻ്റെ കൂടെ വരിക. Who does not, let him go back. ഷഹീദാവാൻ താല്പര്യമില്ലാത്തവർക്ക് തിരിച്ചു പോകാവുന്നതാണ്. So he went on, and his and all his companion, not one of them falling back. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 7 പേരും അവനൊപ്പം തന്നെ നിന്ന് ആരും തിരിച്ചു പോയില്ല. He journeyed along Hijaz until a mine called Bahran above Al-Furu. Saad and Utba lost the camel which they were riding by turns and began to അങ്ങനെ കുറച്ച് കാര്യം ഇവർ നഖലയിലെത്തി. Went on to Nakhla. അവർ നഖലയിലേക്ക് വന്നു. ഓക്കെ, എ കാരവൻ ഓഫ് ഖുറൈഷ് നഖലയിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ഒന്ന് മുകളിലേക്ക് എടുത്തോട്ടെ. ഓക്കെ, നഖലയിലേക്ക് വന്നിട്ട് ഓക്കെ, നഖല. എ കാരവൻ ഓഫ് ഖുറൈഷ് ക്യാരിയിങ് ഡ്രൈ റൈസിൻസ്. ഖുറൈശികളുടെ ഒരു കച്ചവട യാത്രാസംഘം ഉണക്കമുന്തിരിയുമായിട്ട്, ആൻഡ് ലെതർ ആൻഡ് അതർ മെർക്കൻഡൈസ്. കുറച്ച് തുകലും ഉണക്കമുന്തിരിയും മറ്റ് കച്ചവട സാധനങ്ങളുമായിട്ട് വന്ന ഖുറൈശികളുടെ ഒരു യാത്രാസംഘം അവരെ കടന്നുപോയി. നഖലയിൽ വെച്ച് അവരെ പാസ് ചെയ്യുന്നു. അമർ ഇബിൻ അൽ ഹദ്രാമി, ഉത്മാൻ ബിൻ അബ്ദുള്ള
ഇങ്ങനെ അമർ ഇബിൻ അൽ ഹദ്രാമി, നമ്മളിപ്പോൾ ഈ തഫ്സീറിനകത്ത് കണ്ട അമർ ഇബിൻ അൽ ഹദ്രാമിയും അതോടൊപ്പം കുറേ ആളുകളും കൂടെ ആ സംഘത്തിനകത്തുണ്ടായിരുന്നു. When the caravan saw them, they were afraid of them because they had camped near them. ഈ ക്യാരവനിലുണ്ടായിരുന്ന, ഈ യാത്രാസംഘത്തിലുണ്ടായിരുന്ന അമർ ഇബിൻ അബ്ദ്രാമി അടക്കമുള്ള ആളുകൾ, ഈ കച്ചവടക്കാർ, ഈ മുഹമ്മദിൻ്റെ ആളുകളെ കണ്ടപ്പോൾ അവർക്ക് ഭയം വന്നു. കാര്യം അതിനടുത്ത് തന്നെയാണ് അവരും തമ്പടിച്ചിരിക്കുന്നത്. Ukasha, who had shaved his head, looked down on them, and when they saw him, they felt safe and said, they are pilgrims. അപ്പോൾ ഒരുത്തൻ്റെ തല മൊട്ടടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ ഖുറൈശികൾ പാവത്തങ്ങൾ പറഞ്ഞു, അവർ ഹജ്ജിന് പോകാൻ വന്ന ആളുകളാണ്, ഹാജിയാർമാരാ, അതുകൊണ്ട് പേടിക്കണ്ട, യു ഹാവ് നത്തിങ് ടു ഫിയർ, നിങ്ങൾ അവനെ പേടിക്കേണ്ട കാര്യമില്ല, അവർ ഹജ്ജിന് പോകാൻ വേണ്ടി മുടിയൊക്കെ വെട്ടി വന്നേക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് പേടിക്കണ്ട. The raiders took counsel among themselves, for this was the last day of Rajab, and they said, if you leave them alone tonight, they will get into the sacred area and will be safe from you, and if you kill them, you will kill them in the sacred month. So they were hesitant and feared to attack them. Then they encouraged each other and decided to kill as many as they could of them and take what they had. അങ്ങനെ ഈ മുഹമ്മദിൻ്റെ സിൽബന്ദികളായിട്ട് അവിടെ ചെന്ന ഈ അബ്ദുള്ള ഇബിന് ജയ്ഷയ്ക്ക് ഒരു ഡിസ്കഷൻ നടന്നിട്ട് അവർ തീരുമാനിച്ചു, പറ്റാവുന്നത്രയും ഈ ഖുറൈശി കച്ചവടക്കാരെ നമുക്കങ്ങ് കൊല്ലുക. ഈ ഖുറൈശി കച്ചവടക്കാർ ഈ ഇവന്മാരെ കണ്ടപ്പോൾ പാവത്തങ്ങൾ വിശ്വസിച്ചു. അതുമല്ല, ഹജ്ജിന് പോകാൻ തലമുട്ടടിച്ച് വന്ന ആളുകളാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുമ്പോൾ ഇവന്മാരുടെ ചിന്ത എന്താ? ഈ ഖുറൈശി കച്ചവടക്കാരെ കൊന്ന് മാക്സിമം അവരുടെ മുതൽ കൊള്ളയടിക്കുക. മുഹമ്മദിൻ്റെ ആശീർവാദത്തോടുകൂടെ ലെറ്ററുമായിട്ട് കക്കാനല്ല കൊള്ളയടിക്കാൻ ഇറങ്ങിയേക്കാണ്, പിടിച്ചു പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ ടീമുകൾ. Then they encouraged each other, അവ പരസ്പരം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. And decided to kill as many as they could of them. എത്രത്തോളം ഈ ഖുറൈശി കച്ചവടക്കാരെ വഴിയാത്രക്കാരെ കൊന്നൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പേരെ കൊന്ന് മാക്സിമം സ്വത്തും കൊള്ളയടിച്ച് മുഹമ്മദിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ അവർ തീരുമാനിച്ചു. വാഖിദ് shot അമർ ഇബിൻ അൽ ഹദ്രാമി വിത്ത് an arrow and killed him. വാഖിദ് എന്ന് പറയുന്ന ഈ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ സഹാബി അമർ ഇബിൻ അൽ ഹദ്രാമിയെ ഒരു അമ്പ് ചെയ്ത് കൊന്നു. ഓക്കെ, എന്നിട്ട് ഇവരുടെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി യാത്ര തുടർന്നു. ഇത് ഞാൻ ഈ പറഞ്ഞ പുസ്തകം, അതായത് സീറത്ത് റസൂലുള്ള ഇബ്നു ഇഷാഖിൻ്റെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും പ്രമുഖമായ സീറയായിട്ട് കരുതുന്ന ഇബ്നു ഇഷാഖിൻ്റെ സീറയിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അമർ ഇബിൻ അൽ ഹദ്രാമിയെ ഇവന്മാർ കൊല്ലുന്നത്. അങ്ങനെ വഴിയാത്രക്കാരെ, ഒരു പരിചയവുമില്ലാത്ത വഴിയാത്രക്കാരെ രാത്രിയിൽ വഴിയിൽ പതിയിരുന്ന് പാവത്തുങ്ങളെപ്പോലെ അഭിനയിച്ച് അവരുടെ കൂടെ കൂടിയിട്ട് മാക്സിമം ആളുകളെ കൊന്നൊടുക്കി അവരുടെ സ്വത്ത് കൊള്ളയടിച്ച് വന്ന ആളുകൾ. അങ്ങനെ അവർ അമ്പ ചെയ്ത് അമർ ഇബിൻ അൽ ഹദ്രാമിയെ കൊന്നിട്ട് മുഹമ്മദിനടുക്കിലേക്ക് വന്നപ്പോൾ മുഹമ്മദ് പറഞ്ഞെന്താ, എടാ മക്കളെ, നീയൊക്കെ എന്ത് പോക്രിത്തരവാടാ കാണിച്ചത്? വഴിയാത്രക്കാരെ ആക്രമിച്ച് കൊള്ളയടിക്കുന്നത് തെറ്റല്ലേ മക്കളെ, പാപമല്ലേ, നിങ്ങൾ ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് എന്നല്ല മുഹമ്മദ് പറഞ്ഞത്. മുഹമ്മദ് ഒരു ആയത്തിറക്കി കൊടുത്തു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു വന്ന മഹാന്മാരെ കണ്ടില്ലേ? അമർ ഇബിൻ അൽ ഹദ്രാമിയെ കൊന്നിട്ട് വന്നവർ, അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളതെന്ന്. അതായത് ഒരു പാവപ്പെട്ടവൻ അവൻ മുസ്ലിം അല്ല എന്ന് ഒരൊറ്റ കാരണത്താൽ, അവൻ ഖുറൈശിയാണ്, അവൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ അവനോടൊരു വ്യക്തിവിരോധം ഇല്ലാതിരുന്നിട്ട് കൂടി അവന്റെ കച്ചവട സംഘം വഴിയാത്രക്കാരായി വരുന്ന സമയത്ത് ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് അവരോടൊപ്പം ചേർന്നിട്ട് അവരെ കൊന്ന് കൊള്ളയടിച്ച് അവരുടെ സമ്പത്തും കട്ടുകൊണ്ട് മുഹമ്മദിനടുക്ക് വന്നപ്പോൾ മുഹമ്മദ് പറയുക, ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച ഈ പ്രവാചകനെയാണോ ആബിദടിവാരൻ രാജിവെപ്പിക്കേണ്ടത്? അതോ ഇവന്മാരെ പിടിച്ച് ജയിലിൽ അടക്കുന്ന അല്ലെ തട്ടിക്കളയുന്ന മോഡിനെ അമിത്ഷാദിനാണോ? എൻ്റെ അടിവാരമേ, രാജി ആദ്യം വെപ്പിക്കേണ്ടത് നിങ്ങളുടെ പ്രവാചകനെയാ. അങ്ങനെ രാജിവെപ്പിച്ച് വീട്ടിലിരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവുകയില്ല. കാര്യം ഈ പൊട്ടിത്തെറിക്കാൻ ഈ പാവത്തുങ്ങളെ കിട്ടില്ല. കാര്യം എന്താ? ഇവന്മാര് പ്രവാചകനെ അനുസരിക്കാൻ, ശരീഅത്ത് നിയമം അനുസരിക്കാൻ വേണ്ടിയാണ് പൊട്ടിത്തെറിക്കുന്ന. കാര്യം അങ്ങനെ പൊട്ടിത്തെറിച്ച അമർ ഇബ്നു ഹദ്രാമിയെ പോലുള്ള, അന്ന് അമർ ഇബ്നു ഹദ്രാമിയെ ഒളിഞ്ഞിരുന്നവന്മാര് ഭീകരാക്രമണം നടത്തിയെങ്കിൽ ഇന്ന് ഈ ചെങ്കോട്ടക്കടുത്ത് യാത്രക്കാരായി വന്ന പാവത്തുങ്ങളെ, അന്ന് മക്കയിൽ നിന്ന് തൈഫിനിടയിലുള്ള ആ അൽനഖ് എന്ന് പറയുന്ന നഖാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് വഴിയാത്രക്കാരായി വന്നവരെ ഭീകരാക്രമണം നടത്തി കൊന്നൊടുക്കി കൊള്ളയടിച്ചവന്മാര്
അതിനെ പ്രോത്സാഹിപ്പിച്ചു. അത് ജിഹാദാണ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിലെ പുണ്യകർമ്മമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലെ പോരാട്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ഇന്ന് അതേ പ്രവാചകന്റെ ആളുകൾ അന്ന് സൗദി അറേബ്യയിൽ നടത്തിയ അതേ ഭീകരാക്രമണം ഇന്ന് ഡൽഹിയിൽ നടത്തി, കഴിഞ്ഞിടക്ക് അമേരിക്കയിൽ നടത്തി, ഇന്നൊന്നല്ല വർഷങ്ങളായിട്ട് ആഫ്രിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, സുഡാനിൽ നടത്തുന്നു, ഇസ്രായേലിൽ നടത്തുന്നു. തിരിച്ചടി കിട്ടുമ്പോൾ ഷേവ് ഗാസ എന്ന് പറഞ്ഞ് പ്ലാക്കാർഡും പൊക്കി പിടിച്ച് നാണമില്ലാതെ നടക്കും. ശരിക്കും പറഞ്ഞാൽ മുഹമ്മദിനെയാണ് അവർ ഫോളോ ചെയ്തത്. അപ്പൊ ഈ ഇന്നിപ്പോ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കണ്ട ഈ താടിക്കാരന്മാരെ ഡോക്ടർമാര്, ഡോക്ടർ ഉമർ ഉൻ നബി, അവിടെ അങ്ങ് സൗദി അറേബ്യയിൽ നഖഹിൽ ഈ ഭീകരാക്രമണം നടത്തിയതാരാ? അബ്ദുള്ള ഇബ്നു ജയ്ഷ്. ഒരു പരിചയമില്ലാത്ത വഴിയാത്രക്കാരെ കൊന്നൊടുക്കി കൊള്ളയടിച്ച സമ്പത്തുമായിട്ട് വന്നപ്പോൾ മുഹമ്മദ് എന്തു പറഞ്ഞു? നീ ചെയ്തത് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാ, നിങ്ങളെപ്പോലുള്ളവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത്. ഒരു പരിചയമില്ലാത്ത റെഡ് ഫോർട്ടിൽ സിഗ്നൽ കാത്തു കിടന്ന പാവത്തുങ്ങളെ കൊന്നൊടുക്കിയ ഡോക്ടർ ഉമർ ഉൻ നബി മുഹമ്മദിന്റെ അടുക്കൽ ചെന്ന മുഹമ്മദ് എന്തു പറയും? ഡോക്ടർ ഉമർ ഉൻ നബിയെ, നീയാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചിട്ടുള്ളത്, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിരിക്കുന്നു. അന്നൊരു അബ്ദുള്ള ഇബ്നു ജയ്ഷ് ആണെങ്കിൽ ഇന്ന് ഡോക്ടർ ഉമർ ഇബ്നു നബി. ഇന്നലെ അത് അജ്മൽ കസബായിരുന്നു, അതിന്റെ മുന്നേ അത് ബിൻ ലാദനായിരുന്നു, അതിന്റെ മുന്നേ ഏതൊക്കെ ഭീകര പ്രവർത്തകന്മാർ പൊട്ടിത്തെറിച്ച പാവത്തുങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ടോ? അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച നജീബ് അതിനു മുന്നേ ഈ അബ്ദുള്ള ഇബ്നു ജയ്ഷ് ആയിരുന്നു. ഇവന്മാരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഏതാ? മുഹമ്മദിന്റെ ആയത്തുകളാണ്. മുഹമ്മദ് ഖുറാനകത്ത് എഴുതി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ആയത്തുകളാണ് ഇവരെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത്. അപ്പൊ ഇതുപോലുള്ള ഭീകര പ്രവർത്തകരെ നിർത്തലാക്കണമെങ്കിൽ മോഡിയും അമിത്ഷായും രാജിവെച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഖുറാനെ രാജിവെപ്പിച്ച് പ്രവാചകനെ പണിയില്ലാത്തവനാക്കി കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ നടക്കും. ഈ പാവത്തുങ്ങൾ വല്ല രോഗികളും ചികിത്സിച്ച് ജീവിച്ചേനെ. അപ്പൊ ഇവിടുത്തെ പ്രശ്നക്കാരൻ പ്രവാചകൻ മുഹമ്മദാണ്, അല്ലാതെ ഇതുപോലുള്ള ഡോക്ടർമാരോ നഴ്സുമാരോ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ രാജിവെക്കേണ്ടത് മോഡിയാണോ അമിത്ഷായാണോ മുഹമ്മദാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും അടിവാരത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി മേൽവാരം തോണ്ടി നമുക്ക് വരാം. ഖുറാനിൽ 25-ാമത്തെ സൂറ 52-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിലെ 52-ാമത്തെ ആയത്ത്. അടിവാരത്തിന് എഴുത്തുമാനൊക്കെ അറിയാമല്ലോ, വായിച്ചു നോക്കട്ടെ കേട്ടോ. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിച്ചു പോകരുത്, ഇതുകൊണ്ട് നീ അവരോട് വലിയൊരു ജിഹാദ് നടത്തിക്കൊള്ളുക. ഇതുകൊണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് തമ്പുരാന് മാത്രം അറിയാം. ഓക്കെ, ഇവന്മാർ വ്യാഖ്യാനിക്കും ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഖുറാൻ കൊണ്ട് നീ അവരോട് വലിയൊരു ജിഹാദ് നടത്തിക്കൊള്ളുക. അപ്പൊ ആബിദ് അടിവാദം പറയും, കണ്ടില്ലേ ഇവിടെ അക്ബർ സാഹിബ ഡിബേറ്റ് നടത്തുന്ന കണ്ടില്ലേ, അതാണ് ജിഹാദ്. എൻ്റെ അടിവാരവും മേൽവാരവും ഇതൊന്നുമല്ല ജിഹാദായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാനല്ല, മുഹമ്മദിന്റെ സഹാബിയായ ഏറ്റവും വലിയ മുഫസറായ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ, ഈ ഖുറാനിൽ 25-ാമത്തെ സൂറ 52-ാമത്തെ ആയത്തിന്റെ തഫ്സീർ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഒബേ നോട്ട് ടു ദ ഡിസ്ബിലീവേഴ്സ്, സത്യനിഷേധികളെ അനുസരിച്ച് നീ നടക്കരുത്. അബു ജഹൽ ആൻഡ് ഹിസ് ഹോസ്റ്റ് റിഗാർഡിംഗ് ദാറ്റ് വിച്ച് ദേ ആസ്ക് യു, ബട്ട് സ്ട്രൈവ് അഗെയിൻസ്റ്റ് ദം ഹിയർവിത്ത് by means of Quran, by the sword. ഈ ഖുറാൻ കൊണ്ട് നീ വലിയൊരു ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ ഖുറാൻ പ്രകാരം ജിഹാദ് നടത്തുക എന്ന്. എന്താണ് ആ ജിഹാദ്? ബൈ ദ sword, വാള് കൊണ്ടാണ് ഖുറാൻ പ്രകാരമുള്ള ജിഹാദ്. ജിഹാദ് ബൈ മീൻസ് ഓഫ് ഖുറാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബൈ ദ സ്വേർഡ് എന്ന് പറഞ്ഞത് സെബാസ്റ്റ്യൻ പുന്നക്കലല്ല, ഞാൻ വ്യാഖ്യാനിച്ച് മാറ്റിയതൊന്നുമല്ല. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിൽ മുഹമ്മദിന്റെ കൂടെ നടന്ന ഇബ്നു അബ്ബാസ് എഴുതിയ ഖുറാൻ വ്യാഖ്യാനത്തിനകത്താണ് പറഞ്ഞിരിക്കുന്നത് ഖുറാൻ കൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുറാനിൽ എഴുതിയിരിക്കുന്ന പ്രകാരം വാള് കൊണ്ട് യുദ്ധം ചെയ്യുക എന്നാണ്. ഈ പറയുന്ന ഇബ്നു അൽ ഹദ്രാമിയെ അമ്പെയ്ത് കൊന്നപ്പോൾ അതാണ് ജിഹാദ് എന്ന് വാഴ്ത്തിയ അതേ മുഹമ്മദ് തന്നെയാണ് ഇവിടെ ഖുറാൻ പ്രകാരം വാളുകൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഇബ്നു അബ്ബാസ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പോ വാളുകൊണ്ട് ജിഹാദ് നടത്താൻ അണികളെ ആഹ്വാനം ചെയ്തവനാണോ കുറ്റക്കാരൻ, അത് ആഹ്വാനം ഏറ്റെടുത്ത് ജിഹാദ് നടത്തി പാവപ്പെട്ടവരെ കൊന്ന ഈ ഡോക്ടർമാരാണോ കുറ്റക്കാരൻ, അതോ അത് തടയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട മോഡിയും അമിത്ഷായുമാണോ കുറ്റക്കാരൻ? കുറ്റക്കാരാരാ? അമിത്ഷാ രാജിവെക്കുക, മോഡി രാജിവെക്കുക. ഓക്കെ, അവർക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്, ഞാൻ പറഞ്ഞില്ല. അതിനകത്തുനിന്ന് അവർക്ക് ഒഴിയാൻ ജീവിതാവസാനം വരെ അവർക്ക് സാധിക്കത്തില്ല. അവർക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിനകത്ത് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. എല്ലാ NIA, എല്ലാ ഇന്റലിജൻസ് ഏജൻസികൾക്കും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരിക്കും രാജിവെക്കേണ്ട ആരാ?
ഇങ്ങനെ ഈ റെഡ് ഫോർട്ടിൽ ഭീകരാക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തതാരാ? മുഹമ്മദ്. ആഹ്വാനം അനുസരിച്ച് ഭീകരാക്രമണം നടത്തിയതാരാ? ഈ പറയുന്ന മുസ്ലിം ഡോക്ടർമാർ. രാജിവെക്കേണ്ടതാരാ? അത് മുഹമ്മദും അല്ല ഇവന്മാരും അല്ല, രാജിവെക്കേണ്ട മോഡിയും അമിത്ഷായും. വളരെ രസകരമാണ്. ഇനി അടുത്ത തെളിവും കൂടെ തരാം. ഖുറാനിലെ 9-ാമത്തെ സൂറ 88-ാമത്തെ ആയത്ത്, സൂറത്തെ തൗബയിലെ 88-ാമത്തെ ആയത്ത്. പക്ഷെ റസൂലും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും തങ്ങളുടെ സ്വത്ത് കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും ജിഹാദ് ചെയ്തു. ഈ ഡോക്ടർമാർ അവർക്ക് കിട്ടിയ സമ്പത്ത് മുഴുവൻ ഈ 3000 ടണ്ണ് സ്ഫോടക വസ്തു വാങ്ങിക്കാൻ ഉപയോഗിച്ചു. അവരുടെ സ്വത്തും ആ പൊട്ടിത്തെറിച്ചവൻ അവൻ്റെ ശരീരം കൊണ്ടും അവൻ ജിഹാദ് ചെയ്തു. അവർക്കാണ് നന്മയുള്ളത്. ഇങ്ങനെ പൊട്ടിച്ചെതറി നാട്ടുകാരെ കൊന്നൊടുക്കുന്ന അന്നൊരു പാവം അൽ ഹദ്രാമിയെ അമ്പെയ്ത് കൊന്നവൻ, ഇരുട്ടിന്റെ വാക്കിന് വന്ന് അമ്പെയ്ത് കൊന്നവന്റെ സ്വത്ത് കൊള്ളയടിച്ചവൻ ഇന്ന് റെഡ് ഫോർട്ടിൽ ആളുകളെ ബോംബ് വെച്ച് കൊന്നു. പണ്ട് അജ്മൽ കസബിനെ പോലുള്ളവന്മാര് തോക്കുമായി വന്ന് പാവപ്പെട്ടവരെ വെടിവെച്ച് കൊന്നു. അവർക്കാണ് നന്മയുള്ളത് എന്നവരുടെ പ്രവാചകൻ പറഞ്ഞു. പിന്നെ അവന്മാരെ കൊല്ലാതിരിക്കൂ? മുഹമ്മദ് പറയുകയാണ്, ഇങ്ങനെ സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുന്ന അജ്മൽ കസബിനെ പോലുള്ള, ബിൻ ലാദനെ പോലുള്ള, അൽ ഖൈദയെ പോലുള്ള, നമ്മുടെ തടിയന്റെ അവിടെ നസീറിനെ പോലുള്ള, അബ്ദുൽ നാസർ മദനിയെ പോലുള്ള, അഫ്സൽ ഗുരുവിനെ പോലുള്ള ഈ പൊട്ടിച്ചെതറി പഹൽഗാമിൽ നമ്മുടെ പെങ്ങന്മാരെ വിധവകളാക്കിയവന്മാരെ പോലുള്ള അവന്മാർക്കാണ് നന്മയുള്ളതെന്ന്. എൻ്റെ പൊന്നണ്ണ, ഇത്രയൊക്കെ നന്മ ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഇതിനു മാത്രം നന്മ ഇവിടെ ഉണ്ടെന്നാവും. അതായത് വന്നവനും നിന്നവനും എല്ലാം കണക്കാന്നുള്ളത്. അതായത് പറയണവൻ്റെ സ്റ്റാൻഡേർഡ് ആണല്ലോ ഇതിനകത്ത് മനസ്സിലാവുന്നത്. അപ്പം എത്രത്തോളം ഭീകരതയാണ് കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ മദ്രസയിൽ മദ്രസയിൽ ഖുറാനും ഹദീസും തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. അല്ല മദ്രസയിൽ ബൈബിളൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. മദ്രസയെ പഠിപ്പിക്കുന്ന ഖുറാനും ഹദീസും ആണെങ്കിൽ ആ ഖുറാനും ഹദീസിനകത്തും പറഞ്ഞിരിക്കുന്ന നഴ്സറി പ്രായം മുതൽ കുട്ടികളെ ഇതുപോലുള്ള വിഷം തീറ്റിച്ചു കഴിഞ്ഞാൽ അവർ ഡോക്ടറല്ല, അവർ ഏത് കൊലകൊമ്പനായാലും ശരി അവൻ വന്ന് പൊട്ടിച്ചു തരും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നഴ്സറി പ്രായം മുതൽ അവരെ പഠിപ്പിച്ചു വിടുന്നത് ഖുറാനും ഹദീസുമാണ്. അവരെ കാണാതെ തല്ലി പഠിപ്പിക്കുന്നത് ഖുറാനാണ്. ഖുറാന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഖുറാനകത്താണ് എഴുതിയിരിക്കുന്നത് സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യണം, അന്യമതസ്ഥരെ കൊന്നൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം. ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്നത് ഖുറാനാണ്. അപ്പൊ ഇങ്ങനെ ഖുറാൻ ഓതി കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ പഠിച്ച് ഡോക്ടറല്ല, ഏത് കൊലകൊമ്പനായാലും അവൻ എന്ത് ചെയ്യും? അവൻ പൊട്ടിച്ചു തരാൻ ശ്രമിക്കും. ദാറ്റ്സ് നാച്ചുറൽ. അല്ലെങ്കിൽ അവൻ ഈ പ്രവാചകനെ എന്താ പറയുക, പുറങ്കാലം കൊണ്ട് തട്ടിക്കളയണം. ഈ ഖുറാൻ ആയത്തുകളെ പുറങ്കാലം കൊണ്ട് തട്ടിക്കളയണം. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ ആരാവും? അവൻ മതം വിട്ടവനാകും, അഥവാ എക്സ് മുസ്ലിം ആകും. അപ്പൊ ഏതെങ്കിലും ഒന്നേ അവനാകാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ ഈ ഖുറാൻ ആയത്തുകൾ അനുസരിച്ച് അവനൊരു നല്ല മുസൽമാനായിട്ട് പൊട്ടിച്ചതറാം, അതല്ലെങ്കിൽ അവന് ഈ ഖുറാൻ ആയത്തുകൾ ഉപേക്ഷിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം. ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു മുസൽമാനാണ്. നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന പുസ്തകം, നിങ്ങളുടെ ദൈവീക വചനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഭീകരത എന്താണെന്നറിയോ? ഇതൊരു പ്രത്യേക കോണ്ടെക്സ്റ്റിലേക്ക് മാത്രമായിട്ട് പറഞ്ഞിരിക്കുന്നതല്ല. ലോക അവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് പാലിക്കാനുള്ള കൽപ്പനയാണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന വാക്യങ്ങളാണ് നിങ്ങളിവിടെ വായിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും. ഈ സൂറത്ത് തൗബയൊക്കെ മുഹമ്മദിന്റെ അവസാനത്തെ സൂറ, അതായത് ഇതിന് ശേഷം പിന്നെ ഒരു കുഞ്ഞി സൂറ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും പുള്ളി മരിച്ചു. ഇതിനെ തിരുത്താനോ ഇതിനൊന്ന് മാറ്റാനോ ഉള്ള ഒരു സ്കോപ്പ് പോലും ഇല്ലാത്ത വിധം പ്രവാചകൻ മരിച്ചുപോയി ഈ സൂറക്ക് ശേഷം തൊട്ട് പുറകെ. അതായത് ഏറ്റവും അവസാനമായിട്ട് ഇവർക്ക് ലഭിച്ചിട്ടുള്ള സൂറയാണ് സൂറത്ത് തൗബ. അതിനകത്തൊക്കെ പറയുന്നത് ജിഹാദ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നന്മകളുള്ളതെന്നാണ്. ഖുറാൻ 4 സൂറ 49-15, സൂറ ഫുജറാത്തിലെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. എന്റെ സംശയം, ഈ ആബിദ് അടിവാരം ഇതുപോലുള്ളൊരു സത്യവിശ്വാസിയാണോ? തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ സ്വത്തുകൊണ്ടും ഈ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന സത്യവിശ്വാസിയാണോ ഈ ആബിദ് അടിവാരം? അതോ ആബിദ് അടിവാരം ഒരു ഇസ്ലാമിക സത്യവിശ്വാസി അല്ലേ? ഇസ്ലാമിക സത്യവിശ്വാസിയാണെങ്കിൽ ആബിദ് അടിവാരം ഇതിനുള്ളിൽ ജിഹാദിന് കൂട്ടുനിൽക്കുകയോ ജിഹാദ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. കാര്യം ജിഹാദ് ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ എന്നാണ്. അതായത് നിങ്ങൾ ഈ മുസ്ലിം നേതാക്കന്മാരായിട്ട് പറയുന്ന
ഗ്രാൻഡ് മുഫ്തി മുതൽ താഴേക്കുള്ള സകല മുസ്ലിങ്ങളും മനസ്സുകൊണ്ടെങ്കിലും ഈ ജിഹാദ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സത്യവിശ്വാസികളല്ല. അതായത് ഇന്നലെ പൊട്ടിത്തെറിച്ചവനെ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ മുസ്ലിം ആവില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, ഖുറാനിലെ ആയത്താണ്. തങ്ങളുടെ സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാണോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികളെന്ന വാക്യം കൊടുത്തത് ഖുറാനിലെ മുഹമ്മദാണ്. അപ്പോ ഈ പൊട്ടിച്ചെതറിയവനെ ഈ മുസ്ലിം നേതാക്കന്മാർ മനസ്സുകൊണ്ടെങ്കിലും നന്നായി മക്കളെ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അവർ എക്സ് മുസ്ലിംസ് ആയിട്ടുണ്ടാവണം. അപ്പൊ ഈ മുസ്ലിം നേതാക്കന്മാരും ഈ ആബിദ് മേൽവാരും അടിവാരും ഒക്കെ എക്സ് മുസ്ലിം ആയിട്ടുണ്ടോ അതോ ഇതേപോലെ ജിഹാദ് ചെയ്യുന്ന സത്യവിശ്വാസികളാണോ എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നല്ല മനുഷ്യരാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മുസ്ലിം ആകാം. നല്ലൊരു മുസ്ലിം ആയാൽ യു മസ്റ്റ് ഡു ജിഹാദ് എന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. കാര്യം അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. അപ്പൊ ജിഹാദ് ചെയ്യാത്തവന്മാർ സത്യവിശ്വാസികളല്ല. അപ്പൊ ഇവന്മാരെല്ലാം ജീവിതത്തിൽ ഒരിക്കൽ ജിഹാദ് ചെയ്യും. അതായത് ടിക്കിംഗ് ടൈം ബോംബ്. എല്ലാ മുസ്ലിം നാമധാരികളും ഭീകരന്മാരാണെന്നല്ല പറയുന്നത്. ഈ ഇസ്ലാം മതത്തിലെ ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്ന, ഹദീത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നവരൊക്കെ ഭീകരവാദികളായിരിക്കും എന്നല്ലാതെ മറ്റൊന്നും പറയാൻ ഖുറാനോ ഹദീസോ നമ്മെ അനുവദിക്കുന്നില്ല. കാര്യം ഖുറാനിലും ഹദീസിലും അങ്ങനെയാണ് പറയുന്നത്. ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരാരോ അവർ മാത്രമാണ് സത്യവിശ്വാസികൾ എന്നാണ്. അപ്പോൾ ഒരുവൻ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ അവന് ജിഹാദ് ചെയ്തേ മതിയാകത്തുള്ളൂ. അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്താണെന്ന് ഖുറാനിൽ നേരത്തെ കൃത്യമായിട്ട് നമ്മൾ കണ്ടു. ആ മുസ്ലിങ്ങളെ വഴിയിൽ വെച്ച് ഇരുട്ടുവാക്കിന് കൊല്ലുന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്ന് കൃത്യമായിട്ട് മുഹമ്മദ് തന്നെ സാക്ഷ്യം പറഞ്ഞത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുറാനിലെ 9-ാമത്തെ സൂറ 73-ാമത്തെ ആയത്ത്, സൂറത്ത് തൗബയിലെ 73-ാമത്തെ ആയത്തും സൂറത്ത് തഹ്രീമിലെ 66-ാമത്തെ സൂറയിലെ 9-ാമത്തെ ആയത്തും രണ്ടും ഒരേ ആയത്താണ്. പുള്ളിക്ക് ആർക്ക് എഴുതിയപ്പോൾ തെറ്റിയാണെന്ന് അറിയില്ല. മുഹമ്മദിന് എഴുതിയപ്പോൾ തെറ്റിയാണോ അതോ അള്ളാഹുവിന് അൽഷിമേഴ്സ് വന്നതാണോ അതോ സയ്യിദ് ബിൻ സാബിത്ത് കോപ്പി അടിച്ചപ്പോൾ തെറ്റിയതാണോ എന്നാണ് പറ്റിയതെന്ന് അറിയില്ല. രണ്ടിടത്ത് ഒരേ ആയത്താണുള്ളത്. നബിയെ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. സത്യനിഷേധികൾ ആരാ? സത്യനിഷേധികൾ ഇസ്ലാം പ്രകാരം ഇസ്ലാമിനെ നിഷേധിക്കുന്നവർ, അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൈനന്മാര്, ബുദ്ധന്മാര് തുടങ്ങി മുസ്ലിം അല്ലാത്ത സകല മതക്കാരും. കാര്യം അള്ളാഹുവിനെ ദൈവമായിട്ട് ഞങ്ങൾ ആരും അംഗീകരിക്കാറില്ല. അപ്പൊ നമ്മളൊക്കെ എല്ലാം സത്യനിഷേധികളാണ്. കപടവിശ്വാസികൾ, നമ്മുടെ എന്താ പറയുക, ആരിഫ് ഹുസൈൻ തെരുവത്തിനെ പോലുള്ള കപടവിശ്വാസികൾ. കാര്യം അവർ മുനാഫിക്കുകളാണ്. ഇസ്ലാമാണ്, പക്ഷെ ആരിഫ് ഹുസൈൻ തെരുവോത്ത് ഇസ്ലാം പേരാണ്, പക്ഷെ അവർ ഇസ്ലാമിനെ അനുസരിക്കുന്നില്ല. അതാണ് കപടവിശ്വാസികൾ, മുനാഫിക്കുകൾ. രണ്ടു കൂട്ടരോട് നീ ജിഹാദ് ചെയ്യണം. ഇത് പഠിപ്പിച്ചതാരാ? മുഹമ്മദ്. അതിന്റെ ഈ ജിഹാദ് എന്താണ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. സൂറ ഇബ്നു അബ്ബാസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓ പ്രോഫറ്റ്, അല്ലയോ പ്രവാചകനെ, സ്ട്രൈവ് അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ്, കാഫിറുകളോട് നീ ജിഹാദ് ചെയ്യുക. ദ ഡിസ്ബിലീവേഴ്സ് ഓഫ് മെക്ക വിത്ത് ദ സ്വേർഡ് അണ്ടിൽ ദേ അക്സെപ്റ്റ് ദ ഫെയ്ത്ത് ആൻഡ് ദ ഹിപ്പോക്രൈറ്റ്സ് ഓഫ് മദീന വിത്ത് യുവർ ടങ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ മദീനക്കാരായ ഹിജറ ചെയ്ത് വന്ന കൂട്ടത്തിൽ പോലും ഹിപ്പോക്രൈറ്റ്സ് ഉണ്ടെങ്കിൽ, മുനാഫിക്കുകൾ ഉണ്ടെങ്കിൽ അവരോട് വാക്കുകൊണ്ടൊക്കെ തെറി പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പറയുന്ന എന്നെയൊക്കെ കൊല്ലാൻ നടക്കുന്നതും ആരിഫ് ഹുസൈൻ തിരുവോത്തിനോടൊക്കെ വാക്കുകൊണ്ട് ഡയലോഗ് അടിക്കുന്നതിൻ്റെ കാരണം അതാ. ഓക്കെ, കാഫിറുകളാണെങ്കിൽ അവരെ തട്ടിക്കളഞ്ഞേക്കുക. നമ്മുടെ ഡിക്റ്റേറ്ററിനകത്ത് പറഞ്ഞാൽ അവരെ തട്ടിക്കളഞ്ഞേക്കുക. ബാക്കിയുള്ള മുസ്ലിങ്ങളിൽ പെട്ടവന്മാരെ തന്നെ കുറ്റം പറയുന്നവരാണെങ്കിൽ അവരെ വാക്കുകൊണ്ടും ശരീഅത്ത് നിയമം കൊണ്ടും മാത്രം പീഡിപ്പിക്കുക. അവരെ വേണേൽ കല്ലെറിഞ്ഞു കൊല്ലാം, അല്ലാതെ വെട്ടിക്കൊല്ലാൻ പാടില്ല. ഇതാണ് ഇവരുടെ ജിഹാദ്, വാളുകൊണ്ട് നടത്തുന്ന ഇവരുടെ ജിഹാദ് എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സഹിഹായ ഹദീസിനും കൂടെ, ശരീഅത്ത് പറയുമ്പോൾ ഖുറാൻ മാത്രമല്ലല്ലോ, ഹദീസും കൂടെ ആണല്ലോ. ആണ് സഹിഹുൽ ബുഖാരി ബുക്ക് നമ്പർ 64 ഹദീസ് നമ്പർ 340 എടുത്തു കഴിഞ്ഞാൽ, നരേറ്റഡ് ബൈ മുജാഹിദ് നിവേദനം, ഐ സെഡ് ടു ഇബ്നു ഉമർ ഐ വാണ്ട് ടു മൈഗ്രേറ്റ് ടു ഷാം. ഈ മുജാഹിദ് ഇബ്നു ഉമറിനോട് പറഞ്ഞു, ഈ ഡോക്ടർ ഉമർ അല്ല കേട്ടോ പൊട്ടിച്ചെറിച്ച് തങ്ങേയത്തുയി, ഇതിനു മുന്നേ ഉള്ള ഇവരുടെ ഖലീഫ ഉമർ, മാനവരിൽ മഹോന്നതൻ ഖലീഫ ഉമർ. ഓക്കെ, ഐ വാണ്ട് ടു മൈഗ്രേറ്റ് ടു ഷാം. ഞാൻ സിറിയയിലേക്ക് എനിക്ക് ഹിജറ ചെയ്യണം, എനിക്ക് പാലായനം ചെയ്യണം, അഭയാർത്ഥിയായിട്ട് പോകണം ഹിജറയിലേക്ക്. ഈ മുസ്ലിം അഭയാർത്ഥികൾ വരുന്നില്ലേ, അതൊക്കെ പണ്ട് അതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. എനിക്ക് ഹിജറയിലേക്ക്, ഷാം അഥവാ സിറിയയിലേക്ക് എനിക്ക് അഭയാർത്ഥിയായിട്ട് പോകണം. ഷാം എന്ന് പറഞ്ഞാൽ അതിന് സിറിയ ഇറാഖ്. ഹി സെഡ്. അപ്പോൾ ഉമർ പറഞ്ഞു, ദർ ഈസ് നോ ഹിജറ, ഇനിയിപ്പോൾ അഭയാർത്ഥിയായിട്ടൊന്നും പോകണ്ട, ബട്ട് ജിഹാദ്.
ഇനി അഭയാർത്ഥിയായിട്ടല്ല നമ്മൾ പോകേണ്ടത്, ജിഹാദ് ചെയ്യാനാണ് നമ്മൾ പോകേണ്ടത്. ഫോർ അള്ളാഹ്സ് കോസ്, അള്ളാഹുവിൻ്റെ കോസിനാണ് ജിഹാദ് മുഴുവൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ജിഹാദ് മുഴുവൻ. ഓക്കെ, ഗോ ആൻഡ് ഓഫർ യുവർ സെൽഫ് ഫോർ ജിഹാദ്. നീ പോയി ജിഹാദിന് പേര് കൊടുക്കേണ്ട, അസംബ്ലിക്ക് പേര് കൊടുക്കാൻ പറഞ്ഞ പോലെ നീ പോയി ജിഹാദിന് പേര് കൊടുക്കുക. അങ്ങനെ ജിഹാദിന് പേര് കൊടുത്തവന്മാരാണ് ഈ ഡാക്കിട്ടർമാരെല്ലാം. ഓക്കെ, ആൻഡ് ഇഫ് യു ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ജിഹാദ്, നീ ജിഹാദിന് പേര് കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക. നിനക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം ഒത്തുവന്നാൽ അവിടെ നീ സ്റ്റേ ചെയ്യുക, അതർവൈസ് കം ബാക്ക്. നിനക്ക് ജിഹാദ് ചെയ്യാനുള്ള സാഹചര്യമൊന്നും അവിടെ ഇല്ലെങ്കിൽ നീ തിരിച്ചു പോര്. ജിഹാദ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയാൽ അവിടെ പൊട്ടിച്ചെറി നശിപ്പിച്ച് പണ്ടാറടിക്കിട്ടിങ്ങ് വരിക. ഇനി പറ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ ഈ പേരും രൂപമൊക്കെ കണ്ടാൽ പേടിക്കാതിരിക്കുമോ? കാര്യം സാഹചര്യം കിട്ടാൽ പൊട്ടിച്ചെതറാൻ നടക്കുന്നവന്മാരാണ് മുസ്ലിങ്ങൾ. കാര്യം ജിഹാദ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത് ഒരു യഥാർത്ഥ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണെന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആളുകൾ കൃത്യമായിട്ട് പറയുക, നീ ഇനി ഹിജറ ഒന്നും പോകണ്ട, നീ ഇനി ജിഹാദിന് പോയാൽ മതി. നീ അവിടെ ചെല്ലുക, ഹിജറയായിട്ടൊന്നും പോകണ്ട, നീ ജിഹാദിന് പോണ പോലെ പോവുക. എന്നിട്ട് അവിടെ ജിഹാദ് നടത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ജിഹാദ് നടത്തി അവന്മാരെ നശിപ്പിച്ചിട്ട് പോരുക, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നതാണ്. ഇത് മനോഹരമായ ആചാരം. അപ്പം ഇവന്മാരെയൊക്കെ ഈ ഹിജറ എന്ന് പറഞ്ഞ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ് വരുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? ദേ വാണ്ട് ടു ഡു ജിഹാദ് ആൻഡ് ദേ ആർ വെയിറ്റിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. അവർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് മുസ്ലിങ്ങളെന്നും, യഥാർത്ഥ മുസ്ലിങ്ങൾ അങ്ങനെ അവസരത്തിന് വേണ്ടി ജിഹാദ് നടത്തി ആളുകളെ കൊന്നൊടുക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് ഖുറാനകത്തും ഹദീസിനകത്ത് എഴുതി വച്ചിരിക്കുമ്പോൾ അല്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പേടിക്കാൻ നേരത്ത് അയ്യോ ഇസ്ലാമോഫോബിയ, ഇപ്പൊ പിശാചിനെ കണ്ട് പേടിച്ചോടി അല്ലോ സാത്താൻ ഫോബിയ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ ഇസ്ലാമോഫോബിയ. നിങ്ങൾ തന്നെ പറയുന്നു, നിങ്ങൾ മറ്റു നാടുകളിലേക്ക് വരുന്നതും മറ്റു സ്ഥലത്തേക്ക് വരുന്നതും അവിടെ ജിഹാദ് നടത്താൻ വേണ്ടിയാ. അതിനുള്ള അവസരം കിട്ടുന്നവരെ തക്കം പാർത്തിരിക്കും. അവസരം കിട്ടിയാൽ ജിഹാദ് നടത്തി പൊട്ടിച്ചെതറും. സഹി കെട്ടിട്ട് അവസരം കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് അവസരം കിട്ടാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ പേടിക്കണ്ടേ? പേടിക്കണം. പേടിക്കാനില്ലെങ്കിലാണ് പ്രശ്നം. കാര്യം എപ്പോൾ വേണമെങ്കിലും വെട്ടിക്കൊല്ലാൻ റെഡിയായിട്ടിരിക്കുന്ന ആളുകളെ പേടിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. സൈക്കാട്രിക് ഡിസീസാ. എന്താ പറയുക, നമുക്ക് റാഷണൽ ആയിട്ടുള്ളൊരു ഭയം നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. അങ്ങനെ റാഷണൽ ആയിട്ടുള്ള ഭയം ഇല്ലെങ്കിൽ അത് നമ്മൾ ഡേഞ്ചർ പെർസെപ്ഷൻ ഇല്ലായ്മ എന്ന് പറയും. അത് ഒരു മാനസിക പ്രശ്നമാണ്. ഡേഞ്ചർ പെർസെപ്ഷൻ ഇല്ലാത്ത ചില ആളുകളുണ്ട്, അപകടമൊന്നും തിരിച്ചറിയില്ല. വെള്ളത്തിലെടുത്ത് ചാടും, തീയിലെടുത്ത് ചാടും. അവർക്ക് അത് അപകടമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ല. അങ്ങനെ ബോധമില്ലാത്തവന്മാരല്ല ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ടാണ് കോയമാരെ പേടിക്കുന്നത്. ക്ഷമിച്ചു. ഒരു പെൺകുട്ടി ചോദിച്ചില്ലേ, തലയിൽ തട്ടമിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? പേടിച്ചു പോകും. തലക്ക് വെളിവുള്ളവന്മാർ പേടിക്കും. നിങ്ങൾക്ക് വെളിവില്ലെങ്കിൽ പേടിക്കണ്ട, ഞങ്ങളാരും പേടിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ തലക്ക് വെളിവുള്ളവർക്ക് ഇച്ചിരി പേടി വരും. അത് ഇവരുടെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. ഇബ്നു അബ്ബാസ് എഴുതിയ അടുത്ത ഒരു ഹദീസ്, ഇബ്നു അബ്ബാസിന് നിവേദനമായിട്ടുള്ള അടുത്ത ഹദീസ് സഹീഹ് അൽ ബുഖാരി ബുക്ക് നമ്പർ 56 ഹദീസ് നമ്പർ 282. പ്രോഫറ്റ് സെഡ്, മുഹമ്മദ് പറഞ്ഞു, ഓൺ ദ ഡേ ഓഫ് കോൺക്വസ്റ്റ് ഓഫ് മെക്ക there is no migration but jihad. മക്കൻ അധിനിവേശത്തിന് ശേഷം, മക്കയെ കീഴടക്കിയതിന് ശേഷം, മക്കയെ നമ്മൾ അധിനിവേശം നടത്തിയതിന് ശേഷം ഇനി മുതൽ ഹിജറയില്ല, അഭയാർത്ഥി പാലായനമില്ല. ഇനിയുള്ളത് ജിഹാദാണ്. അപ്പൊ അഭയാർത്ഥികളുടെ വേഷത്തിൽ വരുന്നത് ജിഹാദികളാണ് എന്ന് പറഞ്ഞ് ഞാനല്ല, മുഹമ്മദാ. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മക്ക കീഴടക്കിയതിന് ശേഷം, സൗദി അറേബ്യയിൽ ഇസ്ലാമിക ഭരണം വന്നതിന് ശേഷം ഇനി ഹിജറ അഥവാ പാലായനം, അഭയാർത്ഥികളായിട്ടുള്ള വരവ് ഇനിയില്ല. ഒരു നാട്ടിലേക്കും ഒരു മുസ്ലിമും അഭയാർത്ഥിയായിട്ട് പോകാൻ പാടില്ല. ഇനി പോകുന്നതെല്ലാം ജിഹാദിന് വേണ്ടിയാണ്. അതേത് ഡിസ്കൈസിലായാലും കുഴപ്പമില്ല, അവർ വരുന്നത് ജിഹാദ് നടത്താൻ വേണ്ടിയാണ്. അപ്പൊ ജിഹാദ് നടത്താൻ വേണ്ടിയാണ് ഇവരുടെ അഭയാർത്ഥി പാലായനങ്ങളെല്ലാം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവരെ അഭയാർത്ഥികളായിട്ട് വരുന്നില്ല. അവർ അഭയാർത്ഥികളായിട്ട് വരുന്നെങ്കിൽ ദേ ആർ നോട്ട് മുസ്ലിംസ്. ദേ ഹാവ് ടു ഡിനൗൺസ് ദെയർ പ്രൊഫറ്റ്. അവർ അവരുടെ പ്രവാചകനെ, അവരുടെ മതത്തെ, അവരുടെ ഗ്രന്ഥത്തെ അവർ ഡിനൗൺസ് ചെയ്യണം. എന്നാലേ അവർക്ക് അഭയാർത്ഥിയായിട്ട് വരാൻ പറ്റുള്ളൂ. കാര്യം മുഹമ്മദാ പറഞ്ഞത്, ഇനി അഭയാർത്ഥിയായിട്ടുള്ള പോക്കില്ല, ഇനി ഹിജറയില്ല, ഇനി മുജാഹിറുകളില്ല. ഒരു സിറിയക്കാരനും ഇനി അഭയാർത്ഥിയല്ല, ഒരു സുഡാനിയും ഇനി അഭയാർത്ഥിയല്ല. ഒരു മുസ്ലിം സുഡാനിക്കോ ഒരു മുസ്ലിം സിറിയക്കാരനോ ഒരു മുസ്ലിം ഗാസക്കാരനോ അഭയാർത്ഥിയായിട്ട് യാത്ര ചെയ്യാൻ പാടില്ല, അഭയാർത്ഥിയായിട്ടെങ്കിലും പോകാൻ പാടില്ല. അവർക്ക് നടത്താനുള്ള ജിഹാദ് മാത്രമാണ്. അപ്പൊ പിന്നെ ഈ എന്താ പറയുക, അഭയാർത്ഥികൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തുന്ന യുണൈറ്റഡ് നേഷൻസ് ഒക്കെ എന്നാ പൊട്ടനാണോ ശരിക്കും പറഞ്ഞത്? പൊട്ടന്മാരാ, വെറും പൊട്ടന്മാരാ. ഈ മുസ്ലിങ്ങൾക്ക് ജിഹാദ് നടത്താൻ വേണ്ടി കൊടി പിടിക്കുന്ന ഉണ്ട്രയൊക്കെ വെറും പൊട്ടന്മാരാ, വെറും ഉണ്ടാക്കന്മാർ തന്നെ.
അതാണ് ഒപ്പിച്ചൊരു പേര് ഉൺറ എന്ന പേരൊക്കെ കിട്ടിയത്. അപ്പം ഇവർ നടത്തുന്നത് ശരിക്കും ജിഹാദാണ്, അല്ലാതെ അഭയാർത്ഥികളായിട്ട് വരുന്നവരെ പോലും പേടിക്കേണ്ട അവസ്ഥ. എന്നാൽ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിശക്തമായി ഈ ഖുർആൻ ആയത്തുകളെ, ഈ ജിഹാദിനെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ മുഹമ്മദിനെ, ഈ ജിഹാദായിട്ട് ആളുകളെ കൊല്ലുന്ന ഇബ്നു അൽ ഹദ്രാമിയെ പോലുള്ള പാവം ആളുകളെ ഇരുട്ടുവാക്കിന് പൊട്ടിച്ചെതറി കൊല്ലുന്നത് ജിഹാദാണ്, അത് ചെയ്തവർ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ മുഹമ്മദിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നമ്മുടെ പ്രമുഖ ഇസ്ലാമിക സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയെന്നുള്ളത്. മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഡൽഹി സ്ഫോടനം ശക്തമായി അപലപിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. സമഗ്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെട്ടു. മുഹമ്മദിന്റെ വാക്ക് കേട്ട് നടത്തിയ ജിഹാദിനെ അപലപിച്ച ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിനിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവൻ. ഇസ്ലാം മതത്തെ ഇതുമായി കൂട്ടിക്കെട്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രമുഖ മുസ്ലിങ്ങൾ പുറത്തു വന്നു. പ്രമുഖ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ പണ്ഡിതന്മാർ, ഞാൻ അതിൻ്റെ ന്യൂസ് നിങ്ങൾക്കൊന്ന് വേണ്ടി റീഡ് ചെയ്യാം. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. പ്രമുഖ പണ്ഡിതന്മാരും പ്രമുഖ വ്യക്തികളെല്ലാം കൂടെ ഇതിനു വേണ്ടി ഇതിനെ മുസ്ലിങ്ങളെ ഇസ്ലാം മതത്വമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുക. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്തയാണ്. ഡൽഹി മുസ്ലിം വോയിസസ് കണ്ടം ഡൽഹി ബ്ലാസ്റ്റ് സീക്സ് സ്വിഫ്റ്റ് ജസ്റ്റിസ്. New Delhi. Several prominent Muslim leaders on Wednesday strongly condemned the recent blast near the Red Fort that left 12 dead and several injured. 12 പേര് മരിക്കുകയും ഒത്തിരി പേര് പരിക്കേൽക്കുകയും ചെയ്ത ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന ഭീകരാക്രമണത്തെ വിമർശിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒത്തിരി പ്രോമിനന്റ് മുസ്ലിം ലീഡേഴ്സ് മുന്നോട്ട് വന്നു. ഇൻ എ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്, ഫോമർ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആൻഡ് എക്സ് ജാമിയ മിലിയ ഇസ്ലാമിയ വൈസ് ചാൻസലർ നജീബ് ജംഗ്, Industrialist Saeed Sharwani, former MP Saeed Siddiqui, former Chief Election Commissioner S.Y. Qureshi, and former Vice Chief of Army Staff Lieutenant General Zamiruddin Shah denounced the incident in the strongest terms. അത് നല്ല കാര്യം അംഗീകരിക്കുന്നു. As Muslims, we categorically reject and denounce this inhuman and cowardly act. As Muslims, ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തെ അവർ അപലപിക്കുന്നു. As Muslims, നിങ്ങൾ ഒരു മുസ്ലിം എന്ന നിലയിൽ ഈ അബ്ദുള്ള ഇബ്നു ജയ്ഷ് ചെയ്ത കൊലപാതകം, അവനോ അവൻ്റെ കൂട്ടാളികളും കൂടെ കൊന്നൊടുക്കിയ ആ നഖാഹിൽ വെച്ച് നടന്ന കൂട്ടക്കൊല, അതിനെ നിങ്ങൾ ഇതുപോലെ അപലപിക്കുന്നുണ്ടോ? കച്ചവട സംഘത്തെ രാത്രി പതിയിരുന്ന് മുഹമ്മദിന്റെ എഴുത്തുമായിട്ട് വന്ന് മുഹമ്മദിന്റെ എഴുത്തി പറഞ്ഞ പ്രകാരം പതിയിരുന്ന് കൂട്ടക്കൊല ചെയ്തതിനെ നിങ്ങൾ ഇതുപോലെ അപലപിക്കുന്നുണ്ടോ? ആ കൂട്ടക്കൊലയെ ഏറ്റവും നല്ല കാര്യമാണെന്ന് പറഞ്ഞ പ്രവാചകനെ നിങ്ങൾ അപലപിക്കുന്നുണ്ടോ? ആ പ്രവാചകൻ പറഞ്ഞത് കേട്ട് വീണ്ടും അന്ന് സൗദി അറേബ്യ നടന്നതിന് പകരം ഇന്ന് ചെങ്കോട്ടയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അവിടെയും വഴിയാത്രക്കാരെ കൊന്നൊടുക്കി, ഇവിടെയും വഴിയാത്രക്കാരെ കൊന്നൊടുക്കുന്നു. അത് മുഹമ്മദിന്റെ വാക്ക് കേട്ട്, ഇതും മുഹമ്മദിന്റെ വാക്ക് കേട്ട്. അതിനെ മുഹമ്മദ് ജിഹാദാണ്, അത് ഏറ്റവും ഉത്തമമായ കർമ്മമാണെന്ന് പറഞ്ഞെങ്കിൽ ഇതും മുഹമ്മദ് പറയുന്ന ജിഹാദാണ് ഏറ്റവും ഉത്തമമായ കർമ്മമാണ്. അപ്പൊ ഇതിനെ അപലപിക്കുന്നവർ അതിനെയും അപലപിക്കണ്ടേ? അങ്ങനെയാണ് പിന്നെ ആസ് മുസ്ലിംസ് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിനെ അപലപിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ആസ് മുസ്ലിം വി കാറ്റഗറിക്കലി റിജക്ട് എന്ന് പറയുന്നതിനകത്ത് സെൻസ് എന്താണ്? അതിനകത്ത് ഒരു സെൻസേ ഉള്ളൂ, നോൺ സെൻസ്. ഒന്നുകിൽ ആസ് ഹ്യൂമൻസ് വി കാറ്റഗറിക്കലി ഡിനൗൺസ് ദിസ് ഇസ്ലാമിക് ടെററിസം ബേസ്ഡ് ഓൺ ഖുറാൻ. അതാണ് അന്തസ്സായിട്ട് പറയേണ്ടത്, അല്ലേ? ഖുറാനകത്ത് പറഞ്ഞ പ്രകാരം ജിഹാദ് ചെയ്തവരെ ഇവർ അപലപിച്ചുകൊണ്ട് പറയുക മുസ്ലിം എന്ന നിലയിൽ ഞങ്ങൾ പറയും ഞങ്ങൾ ഇതിനെ അപലപിക്കുന്നത്. അത് എന്തൊരു കോമൺ സെൻസ് ഇല്ലായ്മയാണ്. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ആഡിങ് ദാറ്റ് ഇന്ത്യൻ മുസ്ലിംസ് സ്റ്റാൻഡ് യുണൈറ്റഡ് അഗൈൻസ്റ്റ് ഓൾ ഫോം ഓഫ് ടെറർ ആൻഡ് വയലൻസ്. അപ്പൊ ഇന്ത്യൻ മുസ്ലിംസ് ഈ മുഹമ്മദീയ മുസ്ലിംസ് ആയിരിക്കില്ലായിരിക്കും. അപ്പൊ സൗദി മുസ്ലിംസ് ആയിരിക്കും ഭീകര പ്രവർത്തനം നടത്തുന്നത്. ഇന്ത്യൻ മുസ്ലിംസ് ഈ പ്രവാചകൻ, അവർക്ക് വേറെ പ്രവാചകനാണ്. മക്കാരൻ പ്രവാചകനല്ല, അവർക്ക് കൊയിലാണ്ടിക്കാരൻ പ്രവാചകനായിരിക്കും ഇനി ഉള്ളത്. കൊയിലാണ്ടിക്കാരൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആയിരിക്കും ഇനി അവരുടെ പ്രവാചകൻ. അങ്ങനെ വല്ലതും ആണോ? അതോ ആ സൗദി മക്കയിലെ മുഹമ്മദ് തന്നെയല്ലേ നിങ്ങളുടെ മുഹമ്മദ് ബിൻ ആമിന തന്നെയല്ലേ നിങ്ങളുടെ പ്രവാചകൻ? അല്ലാതെ പുതിയ പ്രവാചകനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ആ പ്രവാചകൻ ജിഹാദ് നടത്തിയ ആ പ്രവാചകൻ തന്നെയല്ലേ ഇന്നും? ആ പ്രവാചകന്റെ ആളുകൾ തന്നെയല്ലേ ഇന്നും? ആ പ്രവാചകന്റെ വാക്ക് കേട്ടല്ലേ ഇന്നും ജിഹാദ് ഇവിടെ കൊണ്ടു നടത്തിയേക്കുന്നത്? ഇപ്പൊ സ്റ്റാൻഡ് യുണൈറ്റഡ് അഗൈൻസ്റ്റ് ഓൾ ഫോംസ് ടെറർ എന്നൊക്കെ പറയുന്നത് എന്തൊരു ആഭാസത്തരമാണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ദ ഗ്രൂപ്പ് ഓൾസോ കോഷൻഡ് അഗൈൻസ്റ്റ് ലിങ്കിങ് സച്ച് ക്രൈംസ് ടു എനി റിലീജിയൻ ഓർ കമ്മ്യൂണിറ്റി. ഹലോ,
വേറെ റിലീജിയനായിട്ടൊന്നും അല്ല, നിങ്ങളുടെ ഖുറാനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടാ? നിങ്ങളുടെ ഖുറാൻ ആയത്ത് പ്രകാരം അത് പഠിച്ച് പാസ്സായി മദ്രസയിൽ പോയി അത് പഠിച്ച് എന്നിട്ട് അത് നടപ്പാക്കിയ മദ്രസ പൊട്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ബൈബിളും ഈ പറയുന്ന ഭഗവത്ഗീതയും കണക്ട് ചെയ്യണോ? മദ്രസയിൽ പോയി ഖുറാൻ പഠിച്ചവന്മാർ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ജിഹാദ് നടത്തി അതേപോലെ അതേ സിറ്റുവേഷനിൽ വഴിയാത്രക്കാരെ കൊന്നൊടുക്കി ആ ജിഹാദിന്റെ പൂർണ്ണ പുണ്യകർമ്മമാണെന്നുള്ള അടിസ്ഥാനത്തിൽ ആ ജിഹാദ് ചെയ്ത് 72 ഹൂറികളെ കിട്ടാൻ വേണ്ടി സ്വർഗത്ത് പോയതിന് മതങ്ങളുമായിട്ടൊന്നും കൂട്ടിക്കൊടു, മതങ്ങളുമായിട്ടല്ല ഇസ്ലാമുമായിട്ട് തന്നെയാണത് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഇസ്ലാമിക് ലോ. എന്നിട്ട് പറയുക ഇസ്ലാമുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടരുതെന്ന്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം വിട്ട് അന്തസ്സായിട്ട് മനുഷ്യന്മാരായിട്ട് ജീവിക്കും, അതല്ലെങ്കിൽ അന്തസ്സോടെ പറ ഞങ്ങളുടെ പ്രവാചകൻ, നമ്മുടെ ഇയാൾ പറഞ്ഞ പോലെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രവാചകൻ തലവെട്ടാൻ പറഞ്ഞില്ല, തലവെട്ടലാണ് കാരുണ്യം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രവാചകൻ ജിഹാദ് നടത്തി ആളുകളെ കൊല്ലാൻ പറഞ്ഞാൽ ആ കൊലപാതകമാണ് ഞങ്ങളുടെ നന്മ എന്ന് അന്തസ്സായിട്ട് പറ. അതിന് ഈ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഒരു അന്തസ്സുണ്ട്. ഏത് വൃത്തികെട്ടവനാണ് തൻ്റെ പ്രവാചകനെങ്കിലും ആ വൃത്തികേടിനെ അംഗീകരിക്കുന്നു പുള്ളി. അത് വൃത്തികേടല്ല എന്ന് പുള്ളി വിശ്വസിക്കുന്നു. ചേട്ടാ കൊലപാതകമാണ് നമ്മൾ വൃത്തികേടെന്ന് പറയുന്നതെങ്കിൽ ആ കൊലപാതകമാണ് മാന്യതയെന്ന് സ്നേഹമാണെന്ന് പുള്ളി വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് പ്രശ്നമില്ല. അതാണ് അന്തസ്. അല്ലാതെ ഇതുപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്ന പരിപാടിയല്ല. അപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി ഈ ടീമുകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ പ്രവാചകൻ ഇതാണ്, വെട്ടിക്കൊലയാണ് നമ്മുടെ പ്രവാചകന്റെ പ്രധാന പരിപാടി, അപ്പോൾ അത് അംഗീകരിക്കുന്നവർ മാത്രം മുസ്ലിമായിട്ട് നിന്നാൽ മതി എന്നങ്ങ് മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഒന്ന് അങ്ങ് പറഞ്ഞങ്ങ് കൊടുക്കുക എന്ന് കേൾക്കട്ടെ. പിന്നെ എല്ലാവരും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ പലരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ജിഹാദിനെയൊക്കെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇത് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു കർമ്മശാസ്ത്രമുണ്ട്. ഇവർക്ക് എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പറയുന്ന കർമ്മശാസ്ത്രമുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം ഒരു മലയാളി എഴുതിയതാണ്. ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ലോകമെമ്പാടും വളരെ ആധികാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അതൊരു മലയാളി എഴുതിയാണ് ശരിക്കും. അപ്പം ഈ ഫതഹുൽ മുയീനകത്ത് അധ്യായം 18 സാമൂഹിക ബാധ്യതകൾ എന്ന് പറഞ്ഞൊരു അധ്യായമാണത്. ആ അധ്യായം 18 എൻ്റെ 610 പേജിൽ അധ്യായം 18 സാമൂഹിക ബാധ്യതയിൽ മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ, അതായത് മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ അധിനിവേശം നടത്താതെ മുസ്ലിം രാജ്യത്തെ ഒന്നും ആക്രമിക്കാതെ തൻ്റെ രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കഴിയുന്ന, ഇന്ത്യ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെയോ ഒന്നും ആക്രമിക്കാതെ സ്വന്തം രാജ്യത്ത് തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധർമ്മസമരം, അതായത് ജിഹാദ് സാമൂഹിക ബാധ്യതയാണ്. അതായത് നമ്മൾ ഇന്ത്യ മഹാരാജ്യം ഒരു മുസ്ലിം രാഷ്ട്രത്തെ അങ്ങോട്ട് കയറി ആക്രമിച്ചില്ലെങ്കിൽ പോലും വർഷത്തിൽ ഒരു പ്രാവശ്യം ജിഹാദ് ചെയ്തിരിക്കണം. പക്ഷെ അത് സാമൂഹിക ബാധ്യത, ഫർള് കിഫായയാണ്. സാമൂഹിക ബാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്താൽ മതി, പക്ഷെ നമ്മൾ സമൂഹമായിട്ട് അതിനെ പിന്തുണക്കണം. അപ്പോൾ നമ്മുടെ കടമങ്ങ് വീടി. വ്യക്തിപരമായ ബാധ്യതയാണെങ്കിൽ എല്ലാവരും ചെയ്യണം. സാമൂഹിക ബാധ്യതയാണെങ്കിൽ ഒരാൾ ചെയ്താൽ മതി, ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം മനസ്സിലായോ? അജ്മൽ കസബ് ഭീകരാക്രമണം നടത്തി 100 കണക്കിന് ആളുകൾ നിരപരാധികളെ വെടിവെച്ച് കൊന്നപ്പോൾ അങ്ങ് കേരളത്തിലെ കാക്കനാടിലെ ജുമാ മസ്ജിദിൽ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയെന്തിനാന്ന് ഇപ്പോൾ മനസ്സിലായോ? സാമൂഹിക ബാധ്യത, ഫർള് കിഫായ. ഇവന്മാർ ചെയ്യേണ്ട ജിഹാദ് അവൻ ചെയ്തതുകൊണ്ട് അവൻ്റെ ജിഹാദിനെ ഇവർ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. ഇപ്പം മനസ്സിലായോ? ആബിദടിവാരോ മേൽവാരോ അല്ലാത്തവാരോ ഒക്കെ ഈ സോഷ്യൽ മീഡിയ മുതൽ സോഷ്യൽ മീഡിയ വരെ ഈ കിടന്ന് ജിഹാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് കിടന്ന് മെഴുകുന്നത്, ഭീകരപ്രവർത്തകന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിടന്ന് മെഴുകുന്നത്, ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടി റാലി നടത്തുന്നത്, ഈ പറയുന്ന എന്താ പറയുക ബിൻ ലാദന് വേണ്ടി കവിത എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, ബിൻ ലാദന് വേണ്ടി മുദ്രാവാക്യം എഴുതിയ അല്ലെങ്കിൽ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പത്രമിറക്കിയ ഈ ടീമുകളൊക്കെ, മാധ്യമമടക്കമുള്ള ടീമുകളൊക്കെ എന്തിനാണിത് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അതവരുടെ സാമൂഹിക ബാധ്യതയാണ്. അതവരുടെ മതം പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെ സാമൂഹിക ബാധ്യത പഠിപ്പിച്ചു വെച്ചാൽ ഇതുപോലുള്ള ഓരോരുത്തന്മാർ പൊട്ടിച്ചെതറിയല്ലേ? ചെതറും. ഇനി
ഈ ധർമ്മസമരം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ധർമ്മം വാങ്ങിക്കണം എന്തോ സമരമാണ്. ധർമ്മം വാങ്ങിക്കാനുള്ള സമരമല്ല. അതതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ധർമ്മസമരം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിഹാദ് വിശദീകരണം എൻ്റെ 616 പേജ്. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് ഫർള് കിഫായ, അതായത് സാമൂഹിക ബാധ്യതയാണ്. അതായത് കഴിവും ആയുധവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിങ്ങൾക്ക്, എന്തുള്ള കഴിവും ആയുധവുമുള്ള, മനസ്സിലായോ? ബോംബ് കയ്യിലുള്ളവന്, തോക്ക് കയ്യിലുള്ളവന്, കത്തി കയ്യിലുള്ളവന് ജിഹാദ് ചെയ്തേ മതിയാകൂ. സാമൂഹിക ബാധ്യത ഒരുത്തരെങ്കിലും ചെയ്യണം, ബാക്കിയുള്ളവര് അതിനുള്ള സൗകര്യം ഒപ്പിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അഫ്സൽ ഗുരുവൊക്കെ സൗകര്യം ഒപ്പിച്ചു കൊടുത്തു. പല മുസ്ലിങ്ങളും സൗകര്യം ഒപ്പിച്ചു കൊടുത്തു, മറ്റവന്മാർ പോയി ചെയ്യും. ആരെങ്കിലും ചെയ്താൽ മതി. അതിനെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കടം അവർക്ക് മാറ്റി. അത് വർഷത്തിൽ ഒരു വട്ടം വെച്ച് ചെയ്യണം. ഇവർക്ക് കഷ്ടപ്പാടാ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ജിഹാദ് ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കുകയോ ആരെങ്കിലും ചെയ്തതിന് മാനസികമായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക, അവനൊരു മയ്യത്ത് നിസ്കാരമെങ്കിലും നടത്തുകയോ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് കടവാണ്. ഇവർക്ക് കടവും കടപ്പടിയുമായിട്ട് നടക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ. എന്നിട്ട് നിരായുധന് ജിഹാദ് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആയുധമില്ലെങ്കിൽ ഈ വർഷത്തിലൊരിക്കലുള്ള ജിഹാദ് നിങ്ങൾക്ക് നിർബന്ധമില്ല. കാര്യം എന്താ? ആയുധം ഇവനെ വെട്ടിക്കൊല്ലാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ജിഹാദ് ആയുധം ലഭിക്കണവരെ മാത്രമാണ് പ്രശ്നം. ആയുധം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മസ്റ്റായിട്ട് ജിഹാദ് ചെയ്യണം. ഇതാണ് ഇവന്മാരെ പഠിപ്പിച്ച് വിടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മുസ്ലിം രാഷ്ട്രത്തെ എങ്ങാനും തിരിച്ച് അങ്ങോട്ട് ഏതെങ്കിലും മറ്റു രാഷ്ട്രങ്ങൾ ആക്രമിച്ചാൽ ജിഹാദ് വ്യക്തിപരമായ ബാധ്യത. എല്ലാ മനുഷ്യരും ജിഹാദ് ചെയ്യണം. അതായത് എല്ലാവരും ഒരുമിച്ച് ഭീകരപ്രവർത്തനം നടത്തണം. അപ്പം ഇങ്ങനെ ഇവരെ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവർ ജിഹാദ് നടത്തില്ലേ? നടത്തും. അപ്പം അപലപിക്കേണ്ടത് ആരെയാണ്? ഇസ്ലാമിനെയാണ്, അവരുടെ പ്രവാചകനെയാണ്, അവരുടെ ഖുറാനെയാണ്, അവരുടെ ഹദീസുകളെയാണ്, അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തെയാണ്. രാജിവെക്കേണ്ടത് ആരാണ്? ഈ പറയുന്ന ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തിയാണ്, അല്ലെങ്കിൽ ഇവരുടെ മദ്രസയിലെ അധ്യാപകരാണ്, ഇവരുടെ മൊല്ലാക്കമാരാണ്, ഇവരുടെ പ്രവാചകൻ മുഹമ്മദാണ് രാജിവെക്കേണ്ടത്. നിരോധിക്കേണ്ടത് എന്താണ്? ഇവരുടെ പുസ്തകങ്ങളും ആശയ സംഹിതകളുമാണ് നിരോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അപലപിച്ചുകൊണ്ട് എന്താ പറയുക, തള്ളിപ്പറയേണ്ടത് ആരെയാ? ഇവരുടെ പ്രവാചകനെ, അല്ലാതെ മോഡിനെ അമിത്ഷാനെ അല്ല. മോഡി അമിത്ഷായും രാജിവെച്ചാൽ നല്ലതേ ഉള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ധാർമ്മിക ഉത്തരവാദിത്വം അവരുടെ മേലാണ്. സോ ആറ്റ്സ് എ മോറൽ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണ്? എവറി സിംഗിൾ പ്രാക്ടീസിങ് മുസ്ലിം. കേട്ടോ, നമ്മൾ മതം പാലിച്ച് ജീവിക്കുന്ന മുസ്ലിം, അല്ലാതെ കാഫറായിട്ട് നടക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ച് മുനാഫിക്കുകളെ സംബന്ധിച്ചല്ല. എന്താ പറയുക, നമ്മുടെ ആരിഫ് ഹുസൈൻ തിരുവോത്തിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. പ്രാക്ടീസിങ് മുസ്ലിം, അതിപ്പോൾ കുഞ്ഞാപ്പയായിക്കൊള്ളട്ടെ, തങ്ങളായിക്കൊള്ളട്ടെ, ഏത് കൊമ്പത്ത മൊയ്ലിയാരായിക്കൊള്ളട്ടെ, പ്രാക്ടീസിങ് മുസ്ലിം ആണെങ്കിൽ അവർ ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിന് ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസവും പഠിപ്പും ഉണ്ടായിട്ടും ഇവരൊക്കെ ഇങ്ങനെയായി തീരുന്നത് എന്നതിന് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ സഹായിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി സ്നേഹം നിർത്തി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുട്ടികളെയും പ്രത്യേകിച്ച് മുസ്ലിം കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക. പ്രവാചകൻ ഇതുപോലുള്ള ഭീകരതയാണ് പഠിപ്പിക്കുന്നത്. ആ പ്രവാചകനെ ഉപേക്ഷിച്ചിട്ട് യഥാർത്ഥ സമാധാനത്തിൻ്റെ ദൈവത്തിലേക്ക്, നിന്റെ ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ച, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യഥാർത്ഥ സത്യ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, യഹോശുവയുടെ അടുക്കലേക്ക്, യാവയുടെ അടുക്കലേക്ക് മടങ്ങി വരാൻ എല്ലാ മുസ്ലിം കുഞ്ഞുങ്ങളെയും നമ്മൾ ഉത്ബോധിപ്പിക്കുക. അങ്ങനെ ഒരാളെ നമുക്ക് യഥാർത്ഥ സത്യദൈവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പൊട്ടിച്ചിതറൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരു മുസ്ലിം ഡോക്ടറെ യഥാർത്ഥ ദൈവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പൊട്ടിച്ചിതറൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ പറയുന്ന ഭീകരതയെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.